അതേസമയം തന്നെ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മളുടെ ഡുവാനാണെങ്കിൽ അവന്റെ ടീംമേറ്റ്സിന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അവരെല്ലാവരോടും ഇരുന്നിട്ട് സംസാരിക്കും. എന്നിട്ട് അവർ പറയും നമ്മളുടെ ഈ പ്രോജക്റ്റ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന്. അപ്പോൾ അവർ ചോദിക്കും ഡുവാന്റെ പ്ലാൻ എന്തുവാന്ന്. അപ്പോൾ അവൻ പറയും എനിക്ക് എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണോ എന്ന്. ഇത് കേൾക്കുന്നേ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അവരെല്ലാവരും നമ്മുടെ ഡുവാന്റെ പേരിൽ നല്ലതുപോലെ സന്തോഷിക്കാൻ തുടങ്ങും. തന്നെ നമ്മുടെ സാങ്ഷിയാണെങ്കിൽ ആ ജിയാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാങ്ഷി ആ ജിയാങ്ങിൻ്റെ അടുത്ത് ഒന്നും തന്നെ സംസാരിക്കാൻ റെഡി ആവത്തില്ല. അവളാണെങ്കിൽ ഈ ജിയാങ്ങിനെ ഇഗ്നോർ ചെയ്തിട്ട് പോവാനായിട്ട് ഇറങ്ങും. എന്നാൽ ഈ ജിയാങ് അങ്ങനെ വിടുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ നമ്മുടെ സാങ്ഷിയുടെ പുറകെ വന്നിട്ട് അവളെ പിടിച്ചിരുത്തി സംസാരിക്കും. എന്നിട്ട് പറയും നീ എന്തിനാ എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്തിട്ട് പോകുന്നത്? എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. അത് മെയിനായിട്ട് ആ ഡുവാനെ പറ്റിയിട്ടാണ്. നിനക്ക് അവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നറിയാവോ? സത്യം പറഞ്ഞാൽ അവൻ്റെ ഫാമിലി അത്ര നല്ലതൊന്നുമല്ല. അവനാണെങ്കിൽ എൻ്റെ ഫാമിലിക്ക് 1,00,000 രൂപ തരാനുണ്ട്. നിനക്കറിയാവോ നിന്റെ പുറവേ നടക്കുന്നത് തന്നെ നിന്റെ പണത്തിന് വേണ്ടിയിട്ടാണ്. വെറുതെ നീ നിന്റെ പണവും സമയവും അവന് വേണ്ടിയിട്ട് വേസ്റ്റ് ആക്കുന്ന എന്തിനാ? ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയാം അതിനിപ്പോൾ എന്താ, എൻ്റെ പണവും എൻ്റെ സമയവും ഇല്ലേ, ഞാൻ അവന് വേണ്ടിയിട്ട് വേസ്റ്റ് ആക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സാക്ഷി അവിടെ നിന്ന് പോകാനായിട്ടിരുങ്ങും. സത്യം പറഞ്ഞാൽ ഈ ജിയാങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൾക്കും ഡുവാനും ഇടയിലായിട്ട് ഈ സാക്ഷി ഇങ്ങനെ വന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. എന്നിട്ട് പറയും നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ്റെ അച്ഛൻ ആരാന്നറിയാവോ? അവൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ കൊന്നത്. അതുകൊണ്ട് തന്നെ നിന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു പയ്യനെ നിനക്ക് കെട്ടിച്ചു തരുമോ? അതും ഒരു ഫാമിലിനെ തകർത്ത ഒരു ചെറുക്കനെ. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയും അത് എനിക്ക് കാര്യമെല്ലാം മനസ്സിലായി, നിന്റെ വിഷമവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും നീ ഇതിൻ്റെ പേരിൽ ഡുവാനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? അവനും നിന്റെ ഈ ഒരു പ്രശ്നവുമായിട്ട് എന്താ ബന്ധം? അവൻ്റെ അച്ഛനല്ലേ നിന്റെ അച്ഛനെ കൊന്നത്, അല്ലാണ്ട് അവനല്ലല്ലോ. നീ അതുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് നമ്മളുടെ സാക്ഷി പറയും. ഇത് കേൾക്കുന്നേ ആ ജിയാങ് അങ്ങ് ഒരുമാതിരിയാവും. എന്നിട്ട് അവള് പറയും നീ ആണെങ്കിൽ ആ ഡുവാനെ കണ്ണടച്ച് വിശ്വസിക്കുകയൊന്നും വേണ്ട. അവനാണെങ്കിൽ നിന്നെ കൊണ്ടു നടക്കുന്നത് തന്നെ നിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാ. നീ സൂക്ഷിച്ചോ, അവൻ നിന്നെ ഉടനെ തന്നെ യൂസ് ചെയ്തിട്ട് കളയൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ സാക്ഷിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല. അവക്കാണെങ്കിൽ നമ്മളുടെ ഡുവാനെ നല്ല വിശ്വാസമാണ്. ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ ഇവളാണെങ്കിൽ ഒരു സ്ഥലത്തായിട്ട് വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ. സത്യം പറയാൻ നമ്മുടെ സാക്ഷി അവളുടെ മുമ്പിലായിട്ട് ഡുവാനെ പറ്റി ഭയങ്കര പൊക്കിയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അവളുടെ മൈൻഡിൽ മൊത്തവും അവൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. നമ്മുടെ സാക്ഷി അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ ഡുവാൻ അവിടേക്ക് വരും. ഡുവാൻ വന്നിട്ട് നമ്മുടെ സാക്ഷിയോട് ചോദിക്കും എന്തു പറ്റി എൻ്റെ ക്യൂട്ട് ലിറ്റിൽ ഗേള് ഇങ്ങനെ മിണ്ടാണ്ട് ഒരുമാതിരി ഇരിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും പറ്റിയോ? നിനക്ക് നല്ല മൂഡ് ഔട്ട് ആണെന്ന് തോന്നുന്നല്ലോ എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിനെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബിയറിൻ്റെ രൂപത്തിലുള്ള ബന്നും കൊണ്ട് കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര ഇഷ്ടമാവും. അവളാണെങ്കിൽ അത് നോക്കി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. കൂട്ടത്തിൽ തന്നെ അവൾ നമ്മുടെ ഡുവാനായിട്ട് ഒരു ATM കാർഡ് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും ഇതിനകത്ത് 5000 യുവാനുണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുമല്ലേ, ഞാൻ അങ്ങനെ കുറച്ച് പൈസ സമ്പാദിക്കും, അതും ഞാൻ നിനക്ക് തരാം. ഇത് കാണുന്നേ നമ്മളുടെ ഡുവാനങ്ങ് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും നോക്കിയാണേ എൻ്റെ സാക്ഷി ഇപ്പം എന്ത് വലിയ കുട്ടിയായെന്ന്. അവനാണെങ്കിൽ അവളെ നോക്കി നല്ലതുപോലെ ചിരിക്കും. എന്നിട്ട് പറയും നീ ഇപ്പം എന്നെ നോക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തയായല്ലേ? അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ പറയും നീ ഈ പൈസ സൂക്ഷിച്ചു വെച്ചാരേ എന്ന്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ കയ്യിലിരുന്നൊരു കാർഡ് എടുത്തിട്ട് ഇവളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും ഇതിൻ്റെ പാസ്വേഡ് നിൻ്റെ ബർത്ത്ഡേ ആണ്, ഇത് നീ കയ്യിൽ വെച്ചാരേ, നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോ, ഞാനാണെങ്കിൽ നിൻ്റെ കാർഡ് യൂസ് ചെയ്തിട്ടും പർച്ചേസ് ചെയ്യാം, അങ്ങനത്തെ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡുകൾ സൂക്ഷിക്കാം. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കങ്ങ് ഭയങ്കര സന്തോഷമാവും. അവൾ നല്ലതുപോലെ ചിരിക്കാൻ തുടങ്ങും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷി ഇതുവരെ ഡുവാൻ്റെ അടുത്ത് ജിയാങ്ങിനെ കണ്ട കാര്യം പറഞ്ഞിട്ടില്ല. അവൾ ഇപ്പോഴും അതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങും. അവിടെ നമ്മുടെ സാക്ഷി ഡുവാൻ്റെ അടുത്ത് പറയും നീ ഈ കാർഡിനകത്തുള്ള പൈസ ഒന്നും ചിലവാക്കണ്ട, അതിനകത്ത് നമുക്ക് സേവിങ്സ് ചെയ്യാം, എന്നിട്ട് നമുക്കൊരു വീട് വയ്ക്കാം. ഇത് കേൾക്കുന്നേ ഡുവാൻ പറയും പിന്നല്ല, എനിക്ക് എൻ്റെ പെൺകുട്ടിയുള്ളപ്പോൾ പിന്നെ ഞാൻ എന്താ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ എന്തായിരുന്നാലും ആ പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വലിയൊരു വീട് വയ്ക്കാം. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷവും. അവൾ പറയും നമുക്ക് എന്തായിരുന്നാലും എല്ലാ പ്രശ്നവും ഒരുമിച്ച് തന്നെ നേരിടാ എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഡുവാന് നല്ല സന്തോഷമായിരുന്നു. ഡുവാനാണെങ്കിൽ അവളുടെ ചോദിക്കും നീ എന്തെങ്കിലും കാര്യത്തിൽ അപ്സെറ്റ് ആണോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും നേരത്തെ ആയിരുന്നു, ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാനിപ്പോൾ നിന്നെ കണ്ടപ്പോൾ ഓക്കെ ആയി എന്ന്. അങ്ങനെ അവളാണെങ്കിൽ നമ്മളുടെ ഡുവാൻ്റെ തോളിലായിട്ട് തല ചായച്ച് കിടക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവളുടെ കൊളീഗ്സ് വന്നിട്ട് അവളെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും വേണ്ട എനിക്കിപ്പോൾ വിശപ്പില്ല, ഞാൻ പിന്നെ എപ്പോഴേലും കഴിച്ചോളാം എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് നമുക്കൊരു പാഴ്സൽ വരും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും ഞാനതിനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ, നോക്കാൻ നേരത്ത് എന്താ
വേറെ ആരും അയച്ചതല്ല, നമ്മുടെ ഡുവാൻ തന്നെ അവൾക്ക് വേണ്ടി വാങ്ങിച്ച് കൊടുത്തയച്ചതാണ്. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വൈകുന്നേരം ആവുന്നതും നമ്മുടെ സാക്ഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡുവാൻ വരുന്നേ. അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ കൂടെ അവളുടെ ഹോസ്റ്റൽ വരെ നടക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി അവൻ്റെ അടുത്ത് ചോദിക്കും, നീ ആണെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്യുന്നു, കൂടെ തന്നെ എന്നെ കൊണ്ടാക്കാൻ വരുന്നു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര ബിസി ആയിട്ടുള്ള കാര്യമില്ലേ, നിനക്ക് ക്ഷീണം വരുന്നില്ലേ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ പറയും, അങ്ങനൊന്നുമില്ല, നിന്നെ എല്ലാ ദിവസവും ഞാനാണെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കാണത്തില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുക, അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവരിങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നേ. നമ്മുടെ സാക്ഷിയുടെ അമ്മ അവളെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, മോളെ നീ ഹോസ്റ്റലിൽ എത്തിയോ? നീ ഹോസ്റ്റലിൽ കയറാനുള്ള നേരമായല്ലോ എന്ന്. പെട്ടെന്ന് നമ്മുടെ സാക്ഷി പറയും, ഇല്ലമ്മ, ഞാനാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുക, ഉടനെ തന്നെ ഹോസ്റ്റലിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് അവൾ വേഗം കോള് കട്ട് ചെയ്യും. ഇത് കാണുന്നേ നമ്മളുടെ ഡുവാൻ പറയും, കണ്ടോ, നിന്നെ എല്ലാ ദിവസവും കൊണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കാണത്തില്ല, അതുകൊണ്ട് ഒരു ദിവസം പോലും വിടാതെ ഞാൻ നിന്നെ കൊണ്ടാക്കുന്നതായിരിക്കും എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് അങ്ങ് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. അവളാണെങ്കിൽ നമ്മൾ ഡുവാനെ അങ്ങ് കെട്ടിപ്പിടിക്കും. ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ സാക്ഷിക്ക് അവളുടെ ബ്രദറായിട്ടുള്ള യാനിൻ്റെ കോൾ വരും. എന്നിട്ട് അവനാണെങ്കിൽ കോൾ എടുത്തിട്ട് ചോദിക്കും, നീ ഇപ്പം എവിടെയാ? നിന്നെ പോലൊരു പെങ്കൊച്ചിനെ ഒരു ചെറുക്കൻ്റെ കൂടെ നിൽക്കുന്നത് ഞാനിപ്പോൾ കണ്ടതേ ഉള്ളൂ, അത് നിൻ്റെ ഹോസ്റ്റലിൻ്റെ മുമ്പിലായിട്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിയുടെ ജീവൻ അങ്ങ് പോവും. അവളങ്ങ് ഭയങ്കരമായിട്ട് പേടിച്ചു വരണ്ടു. അവളങ്ങനെ ചുറ്റിനും നോക്കും, ഇവിടെ എവിടെയെങ്കിലും അവളുടെ ബ്രദർ ഉണ്ടോ എന്ന്. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തുവാ, അവളുടെ ബ്രദറാണെങ്കിൽ അവിടെ സൈഡിലായിട്ട് നിൽക്കുക. എന്നിട്ട് അവനാണെങ്കിൽ വന്ന് ദേഷിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് പറയും, സാക്ഷി നീ എൻ്റെ കൂടെ വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോവാമെന്ന്. ഇത് കേൾക്കുന്നേ സാക്ഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ യാനിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ യാൻ ചോദിക്കും, അപ്പോൾ ഇതാണല്ലേ നിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ ഷൗട്ട് ചെയ്യാൻ വരുന്നേ. നമ്മുടെ സാക്ഷി അവനെ കൂളാക്കാൻ നോക്കും. എന്നാൽ ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. യാനാണെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടാണ് വന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവും അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന്. അങ്ങനെ അവളാണെങ്കിൽ യാനിൻ്റെ കൂടെ തന്നെ നടക്കും. എന്നാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ യാനിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര ഇമോഷണൽ ആവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു കാര്യം എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ 3 പേരും കൂടി നടക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരുങ്ങും. എന്നാൽ ഈ യാനാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ പറയും, ഇവിടെ സാക്ഷിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, എല്ലാം എൻ്റെ തെറ്റാണ്, ഞാനാണ് അവളെ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്തത്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എത്തുന്നതും അവസാനം ഹോസ്റ്റലിന് മുമ്പിലായിട്ട് എത്തും. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ വീണ്ടും അവളുടെ ബ്രദറിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കും. എന്നിട്ട് അവൾ പറയും, ഞാൻ നിൻ്റെ അടുത്ത് ഇക്കാര്യം നേരത്തെ പറയണമെന്ന് വെച്ചതാ, ഞാൻ നിനക്ക് വേണ്ടി മെസ്സേജും അയച്ചതായിരുന്നു, എന്നാൽ നീയാണ് എന്നെ ബ്ലോക്ക് ആക്കിയത് എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ യാൻ ഭയങ്കര ദേഷിച്ചിട്ട് പറയും, നീ അകത്ത് പോ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് അവളെ അകത്തേക്ക് പറഞ്ഞു വിടാനൊരുങ്ങും. സത്യം പറയാൻ നമ്മുടെ സാക്ഷി നല്ലതുപോലെ പേടിച്ചു പോയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൾ മാക്സിമം അവിടെ തന്നെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ യാനാണെങ്കിൽ അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ നമ്മുടെ ഡുവാൻ അവളെ നോക്കിയിട്ട് സ്നേഹത്തോടെ പറയും, നീ അകത്തേക്ക് കയറിപ്പോ, ഞാൻ ഇവൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന്. അങ്ങനെ അവസാനം നമ്മുടെ സാക്ഷി അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ഡുവാനെ യാനിനെയും കാണിക്കും. അവർ രണ്ടുപേരും സാക്ഷിനെ ആക്കിയിട്ട് തിരിച്ച് നടന്നു വരുമായിരുന്നു. നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ നമ്മളുടെ യാനും അതേപോലെ തന്നെ ഡുവാനും ഇവളുടെ കണ്ണിൻ്റെ വെട്ടത്ത് നിന്ന് അങ്ങോട്ട് മാറുന്നതും പെട്ടെന്ന് തന്നെ യാനാണെങ്കിൽ നമ്മളുടെ ഡുവാൻ്റെ മുഖത്ത് നോക്കി നല്ലൊരു ഇടി അങ്ങ് വെച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാനും നല്ലതുപോലെ അറിയാം, അതായത് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്യത്തുള്ളൂ എന്ന്. അവനാണെങ്കിൽ ചോദിക്കും, നിനക്ക് എങ്ങനെ തോന്നിയടാ എൻ്റെ അനിയത്തി എടുത്ത്? എൻ്റെ അനിയത്തിനെ മാത്രമേ നിനക്ക് കിട്ടിയോളോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ പറയും, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ സീരിയസ് ആണ്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ യഥാർത്ഥത്തിലാണ് അവളെ സ്നേഹിക്കുന്നേ എന്ന്. എന്നാൽ നമ്മളുടെ ഈ യാനാണെങ്കിൽ ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു. അവനിങ്ങനെ അടിക്കാനായിട്ട് വരുന്നതും ഡുവാൻ അങ്ങ് നിന്നു കൊടുക്കും. എന്നിട്ട് പറയും, നീ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ, നിന്റെ വിഷമം എന്തുവാന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന്. അങ്ങനെ അവസാനം നമ്മളുടെ യാനാണെങ്കിൽ അവൻ്റെ ദേഷ്യമൊക്കെ നിർത്തിയിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലായിട്ട് വന്നിരിക്കും. അവിടെ തന്നെ നമ്മളുടെ ഡുവാനും വന്നിരിക്കും. അപ്പോൾ യാൻ ചോദിക്കും, നിനക്ക് എന്നാലും എൻ്റെ അനിയത്തിയെടുത്ത് എങ്ങനെയാ തോന്നിയത്? നിങ്ങൾ തമ്മിൽ റിലേഷനിലായിട്ട് എത്ര നാളായി? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഞങ്ങൾ തമ്മിൽ റിലേഷനിലായിട്ട് ഏകദേശം 2 മാസം അടുത്താവുന്നു എന്ന്. അപ്പോൾ ഈ യാൻ ചോദിക്കും, നിനക്ക് അവളെ കുഞ്ഞിലെ തൊട്ടേ അറിയത്തില്ലേ? എലിമെൻ്ററി സ്കൂൾ തൊട്ടേ നിനക്കറിയത്തില്ലേ? എന്നിട്ടും നിനക്ക് എങ്ങനെ അവളോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, നീ
വിചാരിക്കുന്ന പോലെയല്ല. ആദ്യമേ ഞാൻ നിൻ്റെ അടുത്താണ് ഇക്കാര്യം പറയണമെന്ന് വെച്ചത്. ഇവിടെ തെറ്റെൻ്റെത് തന്നെ. ഞാനാ അവളെ ആദ്യമേ അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഡുവാൻ അവനെ എങ്ങനെയെങ്കിലൊക്കെ സമാധാനിപ്പിക്കാൻ നോക്കും. അവസാനം നമ്മളുടെ യാനിനാണെങ്കിൽ ദേഷ്യവും വിഷമവും ഒക്കെ വന്നിട്ട് അവനുള്ളിൽ തന്നെ അടക്കി പിടിച്ചിരിക്കുമായിരുന്നു. കുറേ കഴിയുന്നത് നമ്മളുടെ യാനൊന്ന് കൂളായിട്ട് വേഗം തന്നെ എണീറ്റിട്ട് അവൻ്റെ അടുത്ത് പറയും, നീ നിൻ്റെ മുഖമൊക്കെ തുടക്കി, നിൻ്റെ മുഖത്ത് മൊത്തം ബ്ലഡാണ് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ യാനിനെ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവനാണെങ്കിൽ ആ ഫോൺ എടുക്കത്തില്ല. അതിൻ്റെ തൊട്ടുപുറവേ തന്നെ നമ്മുടെ സാക്ഷിക്ക് മനസ്സമാധാനം ഇല്ലാണ്ട് നമ്മളുടെ ഡുവാന് മെസ്സേജ് അയക്കും. അപ്പോൾ ഡുവാൻ പറയും, ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ഓക്കെയാണ്, ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചു എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സാക്ഷിക്ക് കുറച്ച് മനസ്സമാധാനമോ. അതേസമയം തന്നെ തൊട്ടടുത്തായിട്ട് നമ്മുടെ യാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഭയങ്കര ഓക്വേർഡായിട്ട് ഇരിക്കുവാണ്. അവൻ അങ്ങനെ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും, നീയും എൻ്റെ അനിയത്തിയും തമ്മിൽ നിങ്ങളുടെ റിലേഷൻ എവിടെ വരെ കൊണ്ടുപോയി എന്ന്. അപ്പം നമ്മളുടെ ഡുവാൻ പറയും, എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, നീ എന്താ എന്നെ അങ്ങനെയാണോ കരുതി വെച്ചേക്കുന്നത്? അപ്പോൾ നമ്മളുടെ യാനാണെങ്കിൽ അതെ എന്ന് പറയും. പെട്ടെന്ന് തന്നെ അവൻ ചോദിക്കും, നിനക്കാണെങ്കിൽ ഇപ്പോൾ 25 വയസ്സുണ്ട്, എൻ്റെ അനിയത്തിയാണെങ്കിൽ ഗ്രാജുവേഷൻ സ്റ്റാർട്ട് ആക്കിയിട്ടേ ഉള്ളൂ, എന്നിട്ട് നിങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ഇപ്പോഴേ എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ ഡുവാൻ പറയും, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ വെറും 5 വയസ്സിന് ഡിഫറൻസ് അല്ലേ ഉള്ളൂ. നിനക്ക് എന്നെ അടിച്ചത് മതിയായില്ല എങ്കിൽ ഇനിയും എന്നെ അടിച്ചോ, എത്ര വേണമെങ്കിലും അടിച്ചോ എന്ന് നമ്മളുടെ ഡുവാൻ പറയും. ഇത് കേൾക്കുന്നേ ഞാനാണെങ്കിൽ അവനെ ആ കാറിലെടുത്തിട്ട് അടിക്കാനായിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവന്മാർ രണ്ടുപേരും കൂടി നമ്മുടെ ഡുവാൻ്റെ വീട്ടിലായിട്ട് വരുന്ന. അവിടെയാണെങ്കിൽ നമ്മുടെ യാൻ വന്ന് കയറുന്നതും ആദ്യമേ കാണുന്ന നമ്മുടെ സാക്ഷിക്ക് വേണ്ടിയിട്ട് ഡുവാൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന ആ ടെഡി ബിയറിൻ്റെ കണക്കത്തെ സ്ലിപ്പേഴ്സ് ഇല്ലേ, അതാണ്. ഇത് കാണുന്ന അവനങ്ങ് ഒരുമാതിരിയാവും. അതേപോലെ തന്നെ അവൻ വന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് മൊത്തം നമ്മുടെ സാക്ഷിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആയിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഡുവാൻ വന്നിട്ട് പറയും, അതെ ആ ഫ്രിഡ്ജിനകത്തൊന്നും തുടരുത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗേൾ ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ അതിൽ വാങ്ങിച്ചു വെച്ചേക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ യാനിനങ്ങ് ഒരുമാതിരിയാവും. അവൻ വേഗം തന്നെ അവിടെ നിന്നങ്ങ് മാറും. എന്നിട്ട് അവനാണെങ്കിൽ ഹോളിൻ്റെ അങ്ങോട്ട് നടന്നു വരുന്നതും അവിടെ ടിവിയുടെ ഫ്രണ്ടിലായിട്ട് ഡുവാൻ്റെയും സാക്ഷിയുടെയും ഫോട്ടോയാണ് വെച്ചേക്കുന്നത്. അതും എലിമെൻ്ററി സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ സാക്ഷിയുടെ. ഇത് കാണുന്നേ യാനങ്ങ് ദേഷ്യം വരും. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ ആ ഫോട്ടോനെ എടുത്തിട്ട് യാനിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ എടുത്ത് വെക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സാക്ഷിനെയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ നമ്മുടെ ഡുവാനെ വീഡിയോ കോൾ ചെയ്യും. അപ്പോൾ നമ്മളുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, വേണ്ട വീഡിയോ കോൾ വേണ്ട, ഞാനിപ്പോൾ ഡ്രസ്സ് ഇടാണ്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ കോൾ അങ്ങ് കട്ട് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുഖമൊക്കെ ഇപ്പോൾ മുറിഞ്ഞിരിക്കുമല്ലേ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ട് ടെൻഷൻ ആവത്തില്ലേ. അങ്ങനെ രണ്ടുപേരും നോർമൽ കോൾ ചെയ്യും. നമ്മുടെ സാക്ഷി ആദ്യമേ തന്നെ ഡുവാൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ ഇപ്പോൾ ഓക്കെ ആണോ, നീയും എൻ്റെ ചേട്ടനും തമ്മിൽ എന്താ സംഭവിച്ചത്, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാ. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഞങ്ങൾക്കിടയിൽ യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾക്കിടയിൽ എല്ലാം ഓക്കെയാണ് എന്ന്. സാക്ഷിയാണെങ്കിൽ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇട്ടിട്ട് അവസാനം നമ്മുടെ ഡുവാൻ പറയും, നീ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കാതെ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പം എത്ര നേരമായെന്നറിയാവോ, നിനക്ക് നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലേ, അതുകൊണ്ട് നല്ലതുപോലെ കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞിട്ട് ഡുവാനാണെങ്കിൽ കോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അങ്ങനെ അവസാനം രണ്ടുപേരും കട്ട് ചെയ്തിട്ട് കയറി കിടന്ന് ഉറങ്ങാൻ പോവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി വരാൻ നേരത്ത് അവിടെയായിട്ട് ഡുവാനും ഉണ്ട്. എന്നാൽ അവനാണെങ്കിൽ മുഖത്ത് മാസ്ക് വെച്ചേക്കുക. ഇവൻ്റെ അടുത്ത് മാസ്ക് വെച്ചേക്കുന്ന എന്തിനാ എന്ന് സാക്ഷി ചോദിക്കുമ്പോൾ അവൻ പറയും, അതെനിക്ക് പനി പിടിച്ചിട്ടാ എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷി അതങ്ങനെ വിശ്വസിക്കാനൊരു റെഡി ആയിരുന്നില്ല. അവൾ വേഗം തന്നെ മാസ്ക് കുടിച്ച് മാറ്റി നോക്കും. അപ്പോൾ എന്തുവാ, നമ്മളുടെ ഡുവാൻ്റെ മുഖത്തായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുറിഞ്ഞ പാടുണ്ട്. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവും, അതായത് ഇതിൻ്റെ എല്ലാം പുറകിൽ ആ യാനാണ് എന്ന്. ഇവർക്കിടയിൽ ഇപ്പോൾ നല്ലൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടെന്ന് നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവും. അവളാണെങ്കിൽ വേഗം തന്നെ ഡുവാൻ്റെ കൈയും പിടിച്ചിട്ട് നമ്മുടെ യാൻ എവിടെയാണോ ഉള്ള ആ റെസ്റ്റോറൻറ്റിലായിട്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് നല്ലതുപോലെ ദേഷിക്കും. എന്നിട്ട് അവനെ എടുത്തിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് പറയും, നീ എന്ത് വിചാരിച്ചിട്ടാ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ചത്, ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോലീസിനെ വിളിച്ചാനെ എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര ബഹളം വയ്ക്കും. അപ്പം നമ്മുടെ യാൻ പറയും, ഓഹോ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇപ്പം പോലീസിനെ വിളിക്കുക. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ട് കിടന്ന് കരയും. എന്നിട്ട് പറയും, ഇനി നീ ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനും അവളുടെ പുറകെ ഓടിപ്പോവും. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷി ഇങ്ങനെ ദേഷ്യപ്പെട്ടത് കാരണം യാനിൻ്റെയും നല്ല വിഷമം ഉണ്ടായിരുന്നു. അവനും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവിടെ അങ്ങ് ഒരുമാതിരി ഇരിക്കും. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ ഡുവാൻ വരും. എന്നിട്ട് പറയും, സാക്ഷി ഇപ്പോൾ വാഷ്റൂമിലാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാൻ പറയാം, അവളിങ്ങോട്ട് വരട്ടെ, ഞാൻ അവൾക്ക് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഞാനും എൻ്റെ അനിയത്തിയും തമ്മിലുള്ള പ്രശ്നമാണ്, നീ ഇതിനകത്ത് തലയിടാൻ വരരുത്. ഞാൻ അവളെ പലതും പറയും പലതും ചെയ്യും എന്നും പറഞ്ഞിട്ട് നീ അതിനകത്ത് കൈ കടത്താൻ വരരുത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാനാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ട് പറയും, നോക്ക് ഇന്ന് ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. എന്താണെന്നറിയാവോ, എൻ്റെ ഗേൾ ഫ്രണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്തു. സത്യം പറയാലോ എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് അവൻ പറയും.
അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് തന്നെ അവിടേക്ക് സാക്ഷി വരും. അവളാണെങ്കിൽ യാനിന്റെ മുഖത്ത് പോലും നോക്കത്തില്ല. പെട്ടെന്ന് നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് എന്നിട്ട് കൈ കാണിച്ചിട്ട് പറയും, നീ അവളുടെ അടുത്ത് സംസാരിക്കുകയെന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഒന്നും മിണ്ടാൻ റെഡി ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ യാനാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ യാനിനെ വഴക്ക് പറയാനായിട്ട് തുടങ്ങും. നോക്കിയാണ് നീ എന്നാലും ഡുവാൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. ഡുവാനാണെങ്കിൽ എന്തുമാത്രം വേദനിച്ച് കാണുമെന്നൊക്കെ അവൾ നമ്മുടെ ഡുവാൻ്റെ സൈഡ് നിന്നിട്ട് സംസാരിക്കും. പെട്ടെന്ന് നമ്മുടെ യാൻ പറയും, നോക്കിയാണേ നീയും അവന് തമ്മിൽ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എന്നിട്ട് നീ ഇപ്പം അവൻ്റെ സൈഡാണോ പിടിക്കുന്നത്? പെട്ടെന്ന് നമ്മുടെ സാക്ഷിയാണെങ്കിൽ വീണ്ടും അവൻ്റെ കൂടെ അടി കൂടാനായിട്ട് തുടങ്ങും. രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഡുവാൻ്റെ പേര് പറഞ്ഞിട്ട് വീണ്ടും അടിയാവും. പെട്ടെന്ന് തന്നെ ഡുവാൻ കയറി നിന്നിട്ട് സംസാരിക്കും, നിങ്ങൾ ഈ അടി കൂടുന്നതെന്ന് നിർത്തുവോ, നമുക്കാണെങ്കിൽ സമാധാനപരമായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് നമ്മുടെ സാക്ഷിയാണെങ്കിൽ പറയും, എന്തൊക്കെയായിരുന്നാലും നീ ഡുവാനെ അടിച്ചത് അത്ര ശരിയൊന്നും ആയില്ല. അപ്പോൾ നമ്മുടെ ഞാൻ ചോദിക്കും, നീ എപ്പോഴും അവനെപ്പറ്റി കെയർ ചെയ്യുന്ന എന്തോത്തിനാ, എനിക്കും കിട്ടിയ അടി, നീ എൻ്റെ അടിയൊന്നും കാണുന്നില്ലേ? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, അതെ അതെ അവന് ഞാൻ നല്ലൊരു അടി കൊടുത്തായിരുന്നു എന്ന്. അപ്പം നമ്മുടെ സാക്ഷി പറയും, എനിക്കറിയാം, എന്തായിരുന്നാലും ഞാൻ തന്നെയായിരിക്കും ഡുവാനെ ആദ്യമേ അടിച്ചത്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, അല്ല ഞാനാണ് അവനെ ആദ്യമേ അടിച്ചത് എന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നിട്ട് രണ്ടുപേർത്തും ദേഷ്യം വരും. അവളാണെങ്കിൽ പറയും, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുമോ? അങ്ങനെ ഇവർ സംസാരിക്കുന്നേ ഞാൻ പറയാനായിട്ട് തുടങ്ങും. അതായത് എനിക്കൊരു അനിയത്തിയുണ്ട്, അവക്കാണെങ്കിൽ എന്നെ പറ്റി ഒരു ചിന്ത പോലും ഇല്ല. അതിനെക്കാട്ടിയൊക്കെ ബെറ്റർ എൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണ്. അവളാണെങ്കിൽ എന്നെ പറ്റി ഇത്തിരിയെങ്കിലും കെയറെങ്കിലും ചെയ്യും. ഇത് കേൾക്കുന്നേ സാക്ഷിക്കങ്ങ് ഒരുമാതിരിയായിട്ട് വേഗം തന്നെ അവൾ നമ്മുടെ യാനിന് വേണ്ടിയിട്ട് വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് ഒരുങ്ങും. അവിടെ വീണ്ടും രണ്ടെണ്ണം അടി കൂടാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിക്ക് അങ്ങ് ചിരി വരും. അവളാണെങ്കിൽ യാനിനെ നോക്കിയിട്ട് പറയും, ഞങ്ങളാണെങ്കിൽ അടുത്ത ആഴ്ച കറങ്ങാൻ പോകുന്നുണ്ട്, നീ വരുന്നെങ്കിൽ വാ, നമുക്കിവിടെ എല്ലാം കിടന്ന് കറങ്ങാം എന്ന്. ഇത് കേൾക്കുന്ന യാൻ പറയും, ഞാൻ നിൻ്റെ കൂടെ വരുന്നതൊന്നുമില്ല. സത്യം പറയാൻ ഞാനിവിടെ വന്നത് തന്നെ നിന്നെ കാണാൻ വേണ്ടിയിട്ടല്ല, ഞാൻ എൻ്റെ ബ്രദറിനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന്. യഥാർത്ഥത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ഓൾറെഡി ക്ലിയർഡ് ആയായിരുന്നു. അവിടെയാണെങ്കിൽ അവർ മൂന്നുപേരും അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഒരുങ്ങും. നമ്മുടെ ഈ സാക്ഷിക്കാണെങ്കിൽ ഡുവാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡെല്ലാം എടുത്ത് വെച്ച് കൊടുക്കും. പെട്ടെന്ന് തന്നെ യാനത് നോക്കിയിട്ട് ഭയങ്കര ഒരു ജലസായിട്ട് ആ ഫുഡെല്ലാം അവൻ എടുത്ത് കഴിക്കാനൊരുങ്ങും. പെട്ടെന്ന് തന്നെ സാക്ഷി പറയാം, അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് വെച്ച ഫുഡില്ലേ അതെല്ലാം അവൾ തിരിച്ചെടുക്കും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡുവാൻ വീണ്ടും ടേസ്റ്റി ആയിട്ടുള്ള കുറേ ഫുഡ് എടുത്ത് നമ്മുടെ സാക്ഷിക്ക് കൊടുക്കും. ഈ സാക്ഷിയാണെങ്കിൽ യാനിനെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ മുന്നിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്യൂട്ടായിട്ട് ഡുവാൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അങ്ങനെ പലതും കാണിക്കും. സത്യം പറഞ്ഞ് ഇത് കാണുന്നേ നമ്മുടെ ഈ യാനിനാണെങ്കിൽ ഭയങ്കര ജലസാവും, അവൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇന്നലെ നടന്നൊരു സംഭവമാണ്. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡുവാൻ വന്ന് നോക്കുമ്പോൾ ഈ യാനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ ആ സ്ലിപ്പേഴ്സില്ലേ അത് ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടിട്ട് അവന് ദേഷ്യം വന്ന് വേഗം തന്നെ ആ സ്ലിപ്പേഴ്സ് വന്ന് ഇവൻ്റെ കാലിൽ നിന്ന് ഊരും. എന്നിട്ട് നമ്മുടെ ഡുവാൻ്റെ സ്ലിപ്പേഴ്സ് എടുത്ത് എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് പറയും, നീ വേണമെങ്കിൽ ഈ സ്ലിപ്പേഴ്സ് എടുത്തിട്ടാൽ മതി, എൻ്റെ കൊച്ചിൻ്റെ സ്ലിപ്പേഴ്സ് അങ്ങനെ ഇപ്പോൾ ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഇതെടുത്തുകൊണ്ട് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ മുഖത്ത് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നതാണ്. അവൻ്റെ മുഖത്തെല്ലാം ഇപ്പം നല്ല മുറിവല്ലായിരുന്നോ, അങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെയായിട്ട് നമ്മുടെ യാൻ വരും. അപ്പോൾ യാൻ ഇങ്ങനെ കളിയാക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ ഡുവാൻ പറയും, നീ നോക്ക്, എൻ്റെ ഈ മുറിവ് നാളെ ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് സാക്ഷി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ അന്ത്യമായിരിക്കും എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാന് നല്ല പേടിയാവും. അവനാണെങ്കിൽ വന്നിട്ട് പറയും, അത് ശരിയാ, അവളെന്നെ വെച്ചേക്കത്തില്ല, നീ ഒരു കാര്യം ചെയ്യ്, നീ എന്നെ ഇടിക്ക്, അപ്പം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാലി ആകുമല്ലോ. പെട്ടെന്ന് തന്നെ ഡുവാൻ പറയും, ഞാൻ ഇതുവരെ ആരെയും ഇടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ യാൻ പറയും, നീ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ്റെ മുഖം കൊണ്ടുവന്ന് ഇവൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ച് കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ ഇവനെ പിടിച്ചൊരു തള്ളങ്ങ് വെച്ചെടുക്കും. കറക്റ്റ് ഇവനാണെങ്കിൽ അവിടുത്തെ ഡോറിൽ ചെന്ന് ഇടിച്ചിട്ട് ഇവൻ്റെ മുഖത്ത് ഒരു പാടാവും. അങ്ങനെ അവസാനം ഈ യാൻ വന്നിട്ട് ഡുവാൻ്റെ അടുത്ത് പറയും, എനിക്കും കൂടി മരുന്ന് വെച്ചാന്ന്. എന്നാൽ നമ്മുടെ ഡുവാൻ അതിനൊന്നും റെഡി ആയിരുന്നില്ല. അവനാണെങ്കിൽ ഇവനോട് കളിച്ചിട്ട് പറയും, മര്യാദയ്ക്ക് സ്വന്തമായിട്ട് അങ്ങ് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അവൻ്റെ കൊടുത്തിട്ട് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകും. പെട്ടെന്ന് തന്നെ യാനാണെങ്കിൽ ഇവൻ്റെ ബെഡിൽ കിടക്കാൻ വരുന്നേ ഡുവാൻ പറയും, പറ്റത്തില്ല, എൻ്റെ ബെഡിൽ ഞാനേ കിടക്കത്തുള്ളൂ, നീ വേണമെങ്കിൽ ആ കൗച്ചിലാണ് പോയി കിടക്ക് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഡുവാനാണെങ്കിൽ ഇവനെ പുറത്താക്കി കഥ അടയ്ക്കും. സത്യം പറഞ്ഞ് ഇവർക്കിടയിലുള്ള പ്രശ്നം ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ തന്നെ നമ്മുടെ സാക്ഷിയും അതേപോലെ തന്നെ ഡുവാനും യാനും എല്ലാവരും കൂടി ആയിട്ട് കാറിൽ യാത്ര ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ അവളുടെ ഹോസ്റ്റലിൻ്റെ മുമ്പിലായിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. ഇവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യും. നോക്കാൻ നേരത്ത് എന്തുവാ നമ്മളുടെ യാനാണെങ്കിൽ നല്ല ഉറക്കം, അതുകൊണ്ട് അവർ നല്ല കാര്യമായിട്ട് ഉമ്മയൊക്കെ വയ്ക്കും. പെട്ടെന്നാണെങ്കിൽ നമ്മളുടെ യാൻ കണ്ണു തുറന്നിട്ട് പറയും, ഞാനിവിടെ ഉറങ്ങിയിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്നേ രണ്ട്
രണ്ടെണ്ണോ ഇവനെ നോക്കിയിട്ടൊന്ന് ചിരിക്കും. എന്നിട്ട് നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇവന്റെ കാലിനിട്ടൊരു അടി കൊടുത്തിട്ട് പറയും, മര്യാദയ്ക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുക എന്ന്, ഞാനിവിടെ ഇറങ്ങാൻ പോവുക. അപ്പോൾ നമ്മുടെ ഞാൻ പറയും, അല്ല ഞാൻ എന്തതിനാ ഇതിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഡുവാൻ നിന്റെ ഡ്രൈവർ ഒന്നുമല്ല, മര്യാദയ്ക്ക് ഫ്രണ്ടിൽ വന്നിരുന്നോണം എന്നും പറഞ്ഞിട്ട് ഇവൾ ഇറങ്ങിയിട്ട് യാനിനെ പിടിച്ച് ഫ്രണ്ടിലായിട്ട് ഇരുത്തും. എന്നിട്ട് അവള് അവിടെ നിന്ന് പോവും. നമ്മുടെ ഡുവാനാണെങ്കിൽ അവക്ക് നോക്കിയിട്ട് ഫ്ലൈയിങ് കിസൊക്കെ കൊടുക്കും. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഇറിറ്റേറ്റ് ആയിരുന്നു. എന്നാൽ യാനിനാണെങ്കിൽ ചെറുതായിട്ട് ചിരിയും വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കാലിൽ തിരിച്ചു വന്നിട്ട് നമ്മുടെ ഡുവാൻ പറയും, ഞാൻ നിന്നെ ആദ്യമേ വീട്ടിൽ കൊണ്ടാക്കാം, എന്നിട്ട് ഞാൻ തിരിച്ച് ഓഫീസിലോട്ട് പോകാൻ പോവാ. ഇത് കേൾക്കുന്നേ ഞാൻ പറയും, അതെന്തിനാ അങ്ങനെ, ഞാനും നിന്റെ കൂടെ ഓഫീസിൽ വരുവാണ്. പെട്ടെന്ന് നമ്മുടെ ഡുവാൻ പറയും, ഓക്കെ എൻ്റെ ഡാർലിംഗ് ബ്രദറെ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ യാനിനെയും കൊണ്ട് ഓഫീസിൽ ചെല്ലും. നമ്മുടെ ഡുവാനാണെങ്കിൽ നല്ല ഹാർഡ് വർക്കിംഗ് അല്ലേ, അവൻ്റെ ഡ്യൂട്ടി അവിടെ നിന്ന് ചെയ്യുന്നതും ഞാൻ അവിടെ സൈഡിലായിട്ട് കിടന്നിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഡുവാനെടുത്ത് ചോദിക്കും, നീ എന്തോ ഹാർഡ് വർക്കിംഗാ, നീ ആണെങ്കിൽ നിന്റെ ഹെൽത്തിലും കുറച്ച് കെയർ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഡുവാൻ പറയും, ഞാനാണെങ്കിൽ ഉടനെ തന്നെ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ചേഞ്ച് ആക്കാൻ പോവുക, സാക്ഷിയുടെ ഹോസ്റ്റലിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുക്കാമെന്ന് വെച്ചു. അപ്പം പിന്നെ എനിക്ക് ഇത്രയും പാട് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഞാൻ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നാളിലും നമ്മുടെ സാക്ഷി ആരെയാണോ ഡേറ്റ് ചെയ്യുന്നത് എന്നാലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കനെ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റത്തില്ലല്ലോ, എന്നാൽ അവൾ നിന്നെയാണ് ഡേറ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ പോലെയുള്ള ഒരാൾ എൻ്റെ അനിയത്തിനെ ഒരിക്കലും സങ്കടപ്പെടുത്തത്തില്ല എന്നും വെച്ചിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്, അവളെ എങ്ങനെ തേക്കാൻ നിൻ്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കണം കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഞാനാണെങ്കിൽ ഡുവാനെ നല്ലതുപോലെ വരട്ടും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, നീ എന്തായിരുന്നാലും അതാലോചിച്ചിട്ട് പേടിക്കണ്ട, നിനക്ക് ഞാൻ അങ്ങനെ ഒരു ചാൻസ് ഒരിക്കലും തരത്തില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. നമ്മുടെ ഡുവാനാണെങ്കിൽ ഉറക്കം എഴുന്നേക്കാൻ നേരത്ത് അവൻ്റെ മുഖത്തായിട്ട് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്ന തന്നെ നമ്മുടെ ഞാനാണ്. അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ ഞാൻ രാവിലെ തന്നെ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുക, നീ ആണെങ്കിൽ എന്നെ പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ട എന്ന്. ഇത് കാണുന്നേ നമ്മുടെ ഡുവാന് നല്ല സന്തോഷമാവും. അവനാണെങ്കിൽ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ ഓഫീസിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വരുന്നതും അവിടെയുള്ള ഒരു കൊളീഗ് പറയും, നീ അറിഞ്ഞോ, ഞാൻ ഇന്നലെ ബാറിൽ പോയപ്പോൾ നിന്റെ ഗേൾ ഫ്രണ്ടിനെയും അതേപോലെ തന്നെ അന്നിവിടെ ഈ ഓഫീസിൽ വന്നിട്ട് കിടന്ന് ബഹളം ഉണ്ടാക്കിയ പെണ്ണില്ലേ, ഇവർ രണ്ടുപേരോട് നിന്ന് സംസാരിക്കുന്നത് കണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാനാണെങ്കിൽ അങ്ങ് ഭയങ്കര ടെൻഷനാവും. അവനങ്ങനെ വേഗം തന്നെ ഒന്നും നോക്കാതെ നമ്മുടെ ഈ ജിയാങ്ങില്ലേ, അവൾ വർക്ക് ചെയ്യുന്ന ആ കടയിലായിട്ട് ചെല്ലും. ഇവക്കാണെങ്കിൽ നമ്മുടെ ഡുവാനെ കാണുന്നേ ഭയങ്കര സന്തോഷം. എന്നാൽ ഡുവാൻ വന്ന ഉടനെ കാര്യം നല്ല പ്രോപ്പറായിട്ട് പറയും. എന്നിട്ടൊരു ലീഗൽ നോട്ടീസും കാണിക്കും. എന്നിട്ട് അവൻ പറയും, ഞാൻ നീയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തതാ, നീ ഇനിയും എന്നെ ശല്യം ചെയ്യാനാണ് നിൻ്റെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇതിനെതിരെ ലീഗൽ ആക്ഷൻ എടുക്കും. എൻ്റെ ഗേൾ ഫ്രണ്ടിനെ നീ എന്തെങ്കിലും പറയുമോ അവളെ ഉപദ്രവിക്കാൻ നോക്കുകയാണോ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മുമ്പും നോക്കത്തില്ല, ഞാൻ അതിനെതിരെയായിട്ട് നല്ല രീതിയിൽ പ്രതികരിക്കുമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് ഇറങ്ങും. സത്യം പറഞ്ഞ് ഇതൊക്കെ കേൾക്കുന്നേ ആ ജിയാങ്ങിന് നല്ല വിഷമാവും. അവളാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് തിരിച്ചെന്തെങ്കിലും പറയാനായിട്ട് വരുന്നതിന് മുന്നേ തന്നെ അവൻ അവിടെ നിന്നെങ്കിൽ ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സാക്ഷിയുടെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ എല്ലാവരോടും ചേർന്നിട്ട് ഒരു അലർജിക്ക് ആയിട്ടുള്ളൊരു ക്ലയൻറ്റിൻ്റെ ഒരു പ്രോജക്റ്റ് വർക്ക് ഇങ്ങനെ ഏറ്റെടുക്കുമായിരുന്നു. അവരെല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ പ്ലാനിങ് ഒക്കെ തയ്യാറാക്കും. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ആഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഈ കസ്റ്റമറിനാണെങ്കിൽ ഇവർ തയ്യാറാക്കിയ ഈ പ്രോജക്റ്റ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മളുടെ ബോസ് ലേഡി പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറ, നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിയാണെങ്കിൽ കൈ പൊക്കിയിട്ട് പറയും, അതായത് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അലർജിക്കായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ലോഗോയും അതേപോലെ തന്നെ അതിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു കോമിക് ബുക്കിൽ അല്ലെങ്കിൽ ഒരു ആനിമി ക്യാരക്ടറിനെ വെച്ചിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്ന്. ഇത് കേൾക്കുന്നതും അവിടെ ഇരിക്കുന്ന ആ ബോസ് ലേഡി പറയും, ഇത് വർക്കാവുമെന്ന് നിനക്ക് എന്തോ ഉറപ്പ്? അപ്പം നമ്മുടെ സാക്ഷി പറയും, എനിക്ക് കുഞ്ഞിലേ തൊട്ടേ ഒരുപാട് അലർജിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാനിത് ട്രൈ ചെയ്ത് നോക്കണമെന്നേ വിചാരിക്കത്തുള്ളൂ. ഇത് കേൾക്കുന്നതും അവിടെയുള്ള എല്ലാവരും പറയും, സാക്ഷി നിൻ്റെ ഐഡിയ സൂപ്പറാണ്, നീ പൊളിയാണ്, നീ കിടിലാണ് എന്നൊക്കെ. എന്നാൽ ഇവളെ എല്ലാവരും കൂടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്ന ആ ബോസ് ലേഡിയില്ലേ, അവർക്കാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവരാണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അതേപോലെ തന്നെ നമ്മുടെ സാക്ഷി അവിടെ നിന്ന് പോകുന്നതും ഈ ബോസ് ലേഡി വന്നിട്ട് നമ്മുടെ സാക്ഷി എടുത്ത് പറയും, അതെ നീ അവിടെ നിന്ന് നിന്നെ, നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു എല്ലാവരും മുമ്പിലായിട്ട് നിന്നിട്ട്
നിന്റെ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ നിന്റെ ബോസ് ഞാനല്ലേ, അപ്പം നിനക്ക് എന്തെങ്കിലും ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യമേ എൻ്റെ അടുത്താണ് വന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലാണ്ട് നീ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സംസാരിക്കുകയല്ലേ വേണ്ടേ. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ആ ബോസ് ലേഡിയുടെ അടുത്ത് സോറി പറയും, ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറയും. അത് കേൾക്കുന്നതും അവർ പറയും, ഓ അല്ലെങ്കിലും വേറൊരാളുടെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കുന്ന നിനക്ക് ഇതൊന്നും വലിയ കാര്യമൊന്നും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഞാനാണെങ്കിൽ സാക്ഷിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഓഫീസിൻ്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കുന്നേ. അങ്ങനെ നമ്മുടെ സാക്ഷി എവിടേക്ക് വരും. അപ്പോൾ നമ്മുടെ ഞാൻ പറയും, എടി ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാ, നാളെ രാവിലെ തന്നെ ഞാൻ നമ്മളുടെ നാട്ടിലോട്ട് പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സങ്കടം വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് യഥാർത്ഥത്തിൽ ഞാനിൻ്റെ കൂടെ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കരയും. പെട്ടെന്ന് തന്നെ ഞാൻ പേടിച്ചിട്ട് അവളുടെ കരച്ചിലൊക്കെ മാറ്റാൻ നോക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ ഡുവാൻ അങ്ങാണം വന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ആനിനെ ശരിയാക്കത്തില്ലേ. അവൻ പറയും, നിനക്ക് എന്താ ഈ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരെങ്കിലും നിന്നെ ബുള്ളി ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഈ ജോലി അങ്ങ് കളയാം, എന്നിട്ട് നമുക്ക് വേറെ ജോലി നോക്കാം, നീ ആണെങ്കിൽ അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട എന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് വേണ്ടി ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരും. പെട്ടെന്ന് തന്നെ ഞാനാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് പറയും, എടാ നീ കണ്ടോ എൻ്റെ അനിയത്തിനെ അവിടെയുള്ള ഏതോ ഒരു കൊളീഗ് അല്ലെങ്കിൽ ഇൻറ്റേൺ എന്തോ പറഞ്ഞിട്ടുണ്ടോ, അവൾ ഭയങ്കര സങ്കടത്തില്ല, നീ എന്തായിരുന്നാലും അവളുടെ മൂഡൊക്കെ നേരെയാക്ക്, ഞാൻ എന്തായിരുന്നാലും റൂമിലോട്ട് പോവുക, എന്നിട്ട് എനിക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യട്ടെ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇവനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നതും നമ്മുടെ സാക്ഷിനെ ഓരോന്ന് പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്ത് അവളെ ചിരിപ്പിച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിയോടെ നിന്ന് സംസാരിക്കുന്നതാണ്. അവൻ ചോദിക്കും, സത്യം പറഞ്ഞാൽ ഇത്രയും നാളും നിൻ്റെ ഓഫീസിലെല്ലാം നല്ലതുപോലെ നടക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്, എന്നാൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലേ, സത്യം പറ, നിനക്ക് എന്തോ അവിടെ പ്രശ്നം, നീ എന്താ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും തുറന്നു പറയാത്തെ എന്നൊക്കെ അവൻ ചോദിക്കും. എന്നാൽ നമ്മുടെ സാക്ഷിയൊന്നും വിട്ടു പറയാൻ റെഡി ആവത്തില്ല. അവൻ പറയും, നിനക്ക് കരയണമെങ്കിൽ കരയാം, നീ എന്തിനാ ഇങ്ങനെ എല്ലാം അടക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്, കുഞ്ഞിലേ നീ എല്ലാം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് കരയൊക്കെ ചെയ്യാറുന്നല്ലോ, ഇപ്പം എന്താ നീ അങ്ങനൊന്നും ചെയ്യാത്തേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അത് കുഞ്ഞിലേ അല്ലേ, ഇപ്പം ഞാൻ വലുതായില്ലേ, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഡുവാൻ പറയും, അങ്ങനെയല്ല, ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട്, നീ അത് മറക്കണ്ട എന്ന് പറയും. അപ്പോൾ നമ്മുടെ സാക്ഷി ചോദിക്കും, നീ എന്താ എൻ്റെ പേരൻസിനെ പോലെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ടിനെ കാട്ടിയും കൂടുതൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഡുവാൻ അവളുടെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും എന്തെങ്കിലും വലിയ പ്രഷറുണ്ട് എന്നുണ്ടെങ്കിൽ 2-3 ദിവസത്തേക്ക് ഡ്യൂട്ടിക്ക് പോകണ്ട, ഞാനും ബ്രേക്ക് എടുക്കാം, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അടിച്ചു പൊളിക്കാം എന്ന് പറയും. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നത് നമ്മുടെ സാക്ഷിക്ക് നല്ല സന്തോഷമാണ്. ഡുവാനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിലായിട്ട് ഉമ്മ കൊടുക്കും. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് സംസാരിക്കും. എന്നിട്ട് അവൻ പറയും, നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് പറയാം, ഞാനാണെങ്കിൽ നിന്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആണ്, അതേപോലെ തന്നെ നിനക്ക് എന്നിൽ ഡിപ്പെൻഡും ആവാം എന്നൊക്കെ പറയും. കൂട്ടത്തിൽ തന്നെ ഡുവാൻ പറയും, സത്യം പറഞ്ഞാൽ നീ ജിയാങ്ങിനെ കണ്ട കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു, പിന്നെയും ഞാനാണെങ്കിൽ നിന്റെ അടുത്ത് അതിനെപ്പറ്റി ചോദിക്കാഞ്ഞതാ, ഞാൻ ജിയാങ്ങിനെ കണ്ടിട്ട് നല്ലൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇനി മേല അവൾ നമ്മളുടെ കാര്യത്തിൽ ഇടപെടാൻ വരത്തില്ല. അപ്പോൾ നമ്മുടെ സാക്ഷി അവൻ്റെ അടുത്ത് സോറി പറയും. എന്നിട്ട് പറയും, ഇനി മേല ഞാൻ നിന്റെ അടുത്തൊന്നും ഒരു കാര്യം പോലും മറച്ചു വെക്കത്തില്ല എന്ന്. എന്നിട്ട് നമ്മുടെ സാക്ഷി പറയും, അതായത് അവളാണെങ്കിൽ ഇക്കാര്യം അവൻ്റെ അടുത്ത് പറയാഞ്ഞു തന്നെ അവനെ നമ്മുടെ ജിയാങ്ങിൻ്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടായെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളെ ഡുവാന് നല്ല സന്തോഷമാവും. അവനാണെങ്കിൽ ഒന്ന് ലൈറ്റായിട്ട് സ്മൈൽ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഡുവാൻ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, സത്യവാ എൻ്റെ സാക്ഷി ഇപ്പോൾ എന്ത് വലിയ കുട്ടിയായി എന്ന്. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിപ്പോൾ ഒരു തോന്നലുണ്ടല്ലോ, അതായത് അവനെ പറ്റി കെയർ ചെയ്യാനും ഒരാളുണ്ട് എന്ന്. അങ്ങനെ അവർ രണ്ടുപേരും ഇമോഷണലാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ സാക്ഷിയുടെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ അലർജിറ്റിക്കുള്ള ആ ക്ലയൻറ്റ് ഇല്ലേ, അവർ വരും. നമ്മുടെ സാക്ഷിയാണ് അവളുടെ പ്രോജക്റ്റിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവളങ്ങനെ പറയും, അതായത് ഒരു ഏഞ്ചലിൻ്റെ രൂപത്തിലുള്ള ഒരു ആനിമിനെ വെച്ചിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം എന്ന്. ഇത് കേൾക്കുന്നേ ആ ക്ലയൻറ്റിന് ഇക്കാര്യം നല്ലതുപോലെ ഇഷ്ടപ്പെടും. എന്നാലും അവർ പറയും, ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലല്ലോ എന്ന്. പെട്ടെന്ന് നമ്മുടെ സാക്ഷിയുടെ കൂടെ നിൽക്കുന്ന ആ ബോസ് പറയും, ഇല്ല അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം എന്ന്. അങ്ങനെ അവസാനം ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പിയാവും. സത്യം പറഞ്ഞ് ഇതെല്ലാം കഴിയുന്നതും നമ്മളുടെ സാക്ഷിനെ എല്ലാവരെയും വെച്ചിട്ട് ഒരു മീറ്റിംഗ് തന്നെ അവിടുത്തെ CEO കണ്ടക്ട് ചെയ്യും. എന്നിട്ട് പറയും, സാക്ഷി നീ കാരണമാണ് ഇന്നത്തെ ഈ പ്രോജക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയത്, അതുകൊണ്ട് എന്തായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഒരു ട്രീറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷിനെ ഭയങ്കരമായിട്ട് പൊക്കി പറയും. അവൾക്ക് നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷി പുറത്തോട്ട് ഇറങ്ങുന്നതാണ്. അവളാണെങ്കിൽ നമ്മുടെ ഡുവാൻ എവിടേക്കാണോ വരാൻ പറഞ്ഞത് അവിടേക്ക് എത്തിയിട്ട് അവനെ ഫോൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ഡുവാൻ അവിടെ ബാൽക്കണിയുടെ അടുത്ത് നിന്ന് കൈ കാണിക്കും അവളെ.
അങ്ങനെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ പറഞ്ഞ കണക്ക് ആ ഫ്ലാറ്റിലോട്ട് ചെന്ന് നോക്കുമ്പോൾ എന്തുവാ അതാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെന്റ് ആണ്. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഡുവാനാണെങ്കിൽ അവളെ കൊണ്ടുവന്ന് അവിടെ എല്ലായിടവും നടന്ന് കാണിക്കും. എന്നിട്ട് ബാൽക്കണിയുടെ അടുത്തുള്ള റൂം കാണിച്ചിട്ട് പറയും ഇതാണ് നിനക്കുള്ള റൂം എന്ന്. എന്നിട്ട് അവൻ പറയും ഇവിടെ നിന്ന് നിനക്ക് സമാധാനമായിട്ട് റെസ്റ്റ് എടുക്കാം, പഠിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ചോദിക്കും ഇത്രയും വലിയ വീടെടുക്കുന്നതിന് ഒരുപാട് റെന്റ് ആവത്തില്ലേ, നിനക്കത് പറ്റുമോ? അപ്പോൾ നമ്മുടെ ഡുവാൻ അവളെ നോക്കിയിട്ട് ചോദിക്കും നീ എന്തോ വിചാരിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇതുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണോ? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും അങ്ങനെയല്ല. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ ഉടനെ തന്നെ ആ കീ എടുത്തിട്ട് ഇവളുടെ കയ്യിലായിട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഇതാണ് ഇനി മുതൽ നമ്മളുടെ വീട് എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വൈകുന്നേരം നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ ഹോസ്റ്റലിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ഹോസ്റ്റലിലെ AC അങ്ങ് കേടായി പോവും. അവൾ അങ്ങനെ ഉടനെ തന്നെ അത് റിപ്പയർ ആക്കുന്ന ആളിനെ വിളിക്കും. അപ്പോൾ ഹോസ്റ്റലിന്റെ വാർഡൻ പറയും അതായത് സമ്മർ ബ്രേക്ക് ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ബ്രേക്കിന് പോയേക്കോ, ഇവിടെ ഇപ്പോൾ ആരുമില്ല. ഇനി ആ AC ശരിയാക്കണോ എന്നുണ്ടെങ്കിൽ ആ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ചു വന്നാലേ പറ്റത്തുള്ളൂ എന്ന്. നമ്മുടെ സാക്ഷിക്ക് എന്ത് വേണോന്ന് അറിയത്തില്ല. എന്താന്ന് വെച്ചാൽ അവിടെയൊക്കെ നല്ല ചൂടല്ലേ. പെട്ടെന്ന് തന്നെ സാക്ഷിയാണെങ്കിൽ നമ്മൾ ഡുവാനെ വിളിച്ചിട്ട് കാര്യം പറയും അതായത് ഇവിടുത്തെ AC കേടായി എന്ന്. എന്നാൽ ഇത് കേൾക്കുന്ന ഡുവാന് നല്ല സന്തോഷം. അവൻ പറയും ഓക്കെ ഞാൻ ദാ വരുവാ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന്. ഇത് കേൾക്കുന്നേ സാക്ഷി വയ്ക്കും നീ എന്നെ പിക്ക് ചെയ്തിട്ട് എവിടെ കൊണ്ടുപോകാനാ? അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും നമ്മളുടെ വീട്ടിലേക്ക് എന്നും പറഞ്ഞിട്ട് എല്ലാ സാധനം പാക്ക് ചെയ്ത് നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ്റെ കൂടെ അവൻ്റെ വീട്ടിലായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരോട് ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുന്നത്. നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം ഇരുന്ന് കഴിക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും നിനക്ക് ഈ ഫുഡെല്ലാം ഇഷ്ടപ്പെട്ടല്ലേ, ഇനി നീ ഇവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഈ ഫുഡെല്ലാം കഴിക്കാം. ഇത് കേൾക്കുന്നത് നമ്മുടെ സാക്ഷിക്ക് എന്തോന്ന് മനസ്സിലാവത്തില്ല. അവളാണെങ്കിൽ ഇവനെ ഇങ്ങനെ ഒന്ന് തുറച്ചു നോക്കും. പെട്ടെന്ന് തന്നെ ഡുവാൻ പറയും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നിന്റെ AC അവിടെ കേടല്ലേ, അപ്പോൾ പിന്നെ അത് നേരെയാകാൻ ഇനിയും കുറച്ച് ദിവസം പിടിക്കത്തില്ലേ, അതുവരെ നീ ഇവിടെ നിൽക്കുക, എന്തായിരുന്നാലും പോയി ഫ്രഷ് ആയിട്ട് വാന്ന് പറഞ്ഞിട്ട് സാക്ഷിനെ പറഞ്ഞു വിടും. അവൾ അങ്ങനെ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് തിരിച്ചു വരും. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സാക്ഷിയാണെങ്കിൽ അവളെ ലാപ്ടോപ്പ് എടുത്തോണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഡുവാൻ ചോദിക്കും നീ ഇപ്പം എന്തോ ചെയ്യാൻ പോവാ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും ഞാനാണെങ്കിൽ ഇനിയിപ്പോൾ തറയിലിരുന്ന് വർക്ക് ചെയ്യാൻ പോവാന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി വരും. കൂട്ടത്തിൽ തന്നെ അവൾ ചോദിക്കും നീ എന്തെടുക്കുക? അപ്പോൾ നമ്മൾ ഡുവാൻ പറയും ഞാൻ ഗെയിം കളിക്കുക, നീ ഇങ്ങ് വാ ഞാൻ നിനക്ക് ഗെയിം എങ്ങനെ കളിക്കുന്നതെന്ന് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സാക്ഷിനെ അവൻ്റെ മടിയിലായിട്ട് പിടിച്ചെടുത്തിട്ട് അവൾക്കാണെങ്കിൽ ഗെയിം കളിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുക്കും. രണ്ടുപേരും അത് നല്ലതുപോലെ എൻജോയ് ചെയ്യും. അവസാനം നമ്മുടെ സാക്ഷി അവളുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാനായിട്ട് ഒരുങ്ങുന്ന അവളുടെ മുടിയാണെങ്കിൽ നമ്മളുടെ ഡുവാൻ്റെ ബട്ടൺസിൽ കുരുങ്ങും. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അത്രയും ക്ലോസ് ആയിട്ട് നിന്നിട്ട് നമ്മുടെ സാക്ഷി ചോദിക്കും ഈ ബട്ടൺസ് ഞാൻ ഊരിക്കോട്ടെ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും ഓക്കെ നീ ചെയ്തോ എന്ന്. എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളിങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കലി നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. സാക്ഷിയാണെങ്കിൽ അവസാനം അവളുടെ മുടിയാണെങ്കിൽ ആ കുരുക്കഴിച്ചെടുക്കുന്നതും നമ്മളുടെ ഡുവാൻ്റെ കൺട്രോൾ പോയിട്ട് അവനാണെങ്കിൽ അവളെ കിസ് ചെയ്യും. സാക്ഷിയും അതേപോലെ തന്നെ അവനെ തിരിച്ച് കിസ് ചെയ്യും. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നല്ല കുറച്ച് മൊമെന്റ്സ് നടക്കും. പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം ഓക്വേർഡായിട്ട് വേഗം തന്നെ കിസ്സിങ് നിർത്തിയിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് ചോദിക്കും നിനക്ക് പഠിക്കണ്ടേ, നിനക്ക് ഉറങ്ങണ്ടേ, നിനക്ക് നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതല്ലേ, വേഗം തന്നെ പൊക്കോന്നും പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടും. നമ്മുടെ സാക്ഷിക്കും ഭയങ്കര നാണക്കേടും ചമ്മലുമായിരുന്നു. അവൾ പിന്നെ ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടി അവളുടെ റൂമിലോട്ട് പോകും. അവൾക്കാണെങ്കിൽ ഭയങ്കര നാണക്കേട് തോന്നുമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവളുടെ അടുത്ത് നിന്ന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. രണ്ടുപേരും അവരവരുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരും. രണ്ടുപേരും ഇപ്പോൾ കപ്പിൾ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. പെട്ടെന്ന് തന്നെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന കിസ് അമ്മാതിരി ആയിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ അടുത്ത് പറയും ഞാൻ നിനക്ക് വേണ്ടി ഫുഡ് എടുത്ത് വെക്കാമെന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്ന്. അങ്ങനെ രണ്ടെണ്ണവും കൂടി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരിക്കും. അവിടെ നമ്മളുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് പറയും നീ എന്തായിരുന്നാലും വർക്ക് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്ന്. അപ്പോൾ സാക്ഷി പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എന്തായിരുന്നാലും നിൻ്റെ ഡ്യൂട്ടി കാര്യത്തിൽ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും 2 ദിവസം കൂടി കഴിഞ്ഞാൽ എൻ്റെ ഗെയിമിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും, അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയിരിക്കും, എന്നിട്ട് നമുക്ക് വല്ല പിക്നിക്കിനും പോവാമെന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. അവൾ നല്ല സന്തോഷത്തിലായിരുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഡുവാനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ ഇതേപോലെ ഉറക്കം എണീറ്റ് വന്ന് നോക്കുമ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഓൾറെഡി ഓഫീസിൽ പോയായിരുന്നു.
അവളാണെങ്കിൽ അവിടെ നമ്മുടെ ഡുവാന് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകും. കൂട്ടത്തിൽ തന്നെ അവനൊരു നോട്ടും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ ഈ ഫുഡൊക്കെ കഴിക്കണം, ഞാൻ ഓഫീസിലേക്ക് പോകുക എന്ന് അതിൽ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ട്രാവൽ ബുക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഡുവാനാണെങ്കിൽ അങ്ങനെ അതെടുത്ത് തുറന്നു നോക്കും. അപ്പോൾ അതിനകത്താണെങ്കിൽ നമ്മുടെ സാക്ഷി എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് സ്പോട്ടുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുന്നേ നമ്മുടെ ഡുവാന് നല്ല സന്തോഷമാവും. അങ്ങനെ അവനാണെങ്കിൽ അതിനെപ്പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി നമ്മുടെ ഡുവാനാണെങ്കിൽ തിരിച്ച് അവൻ്റെ വീട്ടിലോട്ട് വരുന്ന. അപ്പോഴാണെങ്കിൽ നമ്മുടെ സാക്ഷി ഓൾറെഡി അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവൾ നല്ല ടയേർഡായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ വന്നിട്ട് അവൾക്കൊരു ബ്ലാങ്കറ്റൊക്കെ ചൂടിക്കൊടുത്ത് അവളുടെ നെറ്റിയിലായിട്ടൊരു ഉമ്മ കൊടുക്കും. അങ്ങനെ കുറേ ദിവസം കടന്നു പോകും. അതായത് ഇതേപോലെ ഒരു ബിസി ആയിട്ടുള്ള കുറേ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയുടെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. കൂട്ടത്തിൽ എല്ലാവരും ട്രീറ്റ് കൊടുക്കാന്നൊക്കെ പറയും. അവിടെ നമ്മുടെ സാക്ഷി എല്ലായിടത്തും പറയും, അതായത് ഇന്നത്തെ ദിവസമാണ് അവളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എന്ന്. അവൾക്കാണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്തതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാതിരുത്ത അവളുടെ ആ കമ്പനിയിലെ മാനേജറില്ലേ അയാൾ അവിടേക്ക് വരും. എന്നിട്ട് സാക്ഷി എടുത്ത് പറയും, നിന്റെ ലാസ്റ്റ് ഡേ ആണല്ലേ, എന്തായിരുന്നാലും നീ ഈ സിറ്റിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വരണം. നിനക്ക് ഞാൻ ഉറപ്പായിട്ടും ജോലി തരുന്നതായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത്രയ്ക്ക് സ്മാർട്ടും ടാലൻറ്റും ആയിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പോൾ പിന്നെ നിന്നെ ഞാൻ ഹയർ ചെയ്യാതിരിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സാക്ഷിനെ നല്ലതുപോലെ പൊക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡുവാൻ്റെ ഓഫീസ് കാണിക്കും. അവിടെയാണെങ്കിൽ അവൻ്റെ ഗെയിമിങ്ങിൻ്റെ എല്ലാ സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരുന്നു. ഇപ്പം അത് ലോഞ്ച് ചെയ്തിട്ട് 2 ആഴ്ചയോളം ആവുകയാണ്. അവിടെ അവർ ചെക്ക് ചെയ്യും, അതായത് അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ. അപ്പോഴെന്തുവാ നല്ല ഹൈ റേറ്റിലാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിയോങ് ആണെങ്കിൽ പറയും, എന്തായിരുന്നാലും നിങ്ങൾ ഈ രാത്രി മൊത്തം ഉറക്കമൊഴിഞ്ഞ് പണിയെടുത്തതിന് ബലം ഉണ്ടായി. 2 വർഷത്തിന് മുന്നേ ഉള്ള ഗ്രാഫിനെയാണ് നിങ്ങളിപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ സാക്ഷിനെയാണ്. അവളാണെങ്കിൽ അവളുടെ ബോസ് ലേഡിയില്ലേ അവരെടുത്ത് വന്നിട്ട് അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. എന്നിട്ട് പറയും, ഇന്നെൻ്റെ ലാസ്റ്റ് ഡേ ആണ്, എനിക്ക് നിങ്ങളുടെ യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങളെ കാരണമാണ് ഞാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആക്കിയത്. ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര കെയർലെസ്സും ക്ലംസിയൊക്കെ ആയിരുന്നു. നിങ്ങളെ കണ്ടിട്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയത്. പിന്നെ പോകുന്നതിന് മുന്നേ ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ആരുടെയും ബോയ് ഫ്രണ്ടിനെ ഒന്നും തട്ടിയെടുത്തിട്ടില്ല. നിങ്ങൾ ജിയാങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളെ ഏതെങ്കിലും ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അവൾക്കൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇത് കേൾക്കുന്നേയും ആ ബോസ് ലേഡി ഒന്നും പറയാൻ നിൽക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വിധത്തിൽ അറിയാം, അതായത് നമ്മുടെ സാക്ഷി പറഞ്ഞു തരും കാര്യമുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡുവാൻ്റെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും പാർട്ടി ചെയ്യുമായിരുന്നു. നമ്മുടെ ഡുവാനും സിയോങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എന്തായിരുന്നാലും ഒരുപാട് താങ്ക് യു ഉണ്ട്. എനിക്കാണെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ, അല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എങ്ങും എത്തത്തില്ലായിരുന്നല്ലോ. അപ്പോൾ സിയോങ്ങിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറയും, നീ ഞങ്ങളുടെ അങ്ങനെ താങ്ക് യു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീ നല്ല ടാലൻറ്റഡ് ആണ്. ഇപ്പോഴും റീസെൻ്റ് ആയിട്ട് നമ്മളുടെ ഈ കമ്പനിയിൽ ചീഫായിട്ടുള്ള ഒരു സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളാണെങ്കിൽ ആ പോസ്റ്റിലേക്ക് നിന്നെ റെക്കമെൻഡ് ചെയ്യാനായിരിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കാവും. അവൻ പറയും, അതിന് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അവിടം വരെ എത്താറായില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ സിയോങ്ങിൻ്റെ ഹസ്ബൻഡ് പറയും, അങ്ങനെയല്ല, നീ ആണെങ്കിൽ നല്ല ടാലൻറ്റഡ് ആണ്. നിൻ്റെ ടാലൻറ്റ് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ നീ അതാലോചിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് അപ്രൂവൽ കൂടി കിട്ടിയാൽ മതി. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാന് ഭയങ്കര സന്തോഷമാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഡുവാനെ സാക്ഷിനെയാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നിട്ട് പിക്നിക്കിന് പോകുന്നതിനെ പറ്റിയൊക്കെ പ്ലാൻ ചെയ്യും. നമ്മളുടെ ഡുവാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ നമ്മളുടെ സാക്ഷിക്ക് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ കാണുന്നേ സാക്ഷി അതെല്ലാം വേണ്ട എന്ന് പറയും. ഡുവാൻ ചോദിക്കും, പിന്നെ നിനക്ക് എന്തുവാ വേണ്ടത്, നീ എന്താ ഇതൊന്നും സമ്മതിക്കാത്ത? അപ്പം നമ്മുടെ സാക്ഷി പറയും, അതിനകത്തൊക്കെ ഒരുപാട് പൈസ ചിലവാകത്തില്ലേ, എനിക്കാണെങ്കിൽ ക്യാമ്പയിൻ ചെയ്താൽ മതി, എനിക്ക് ക്യാമ്പയിൻ ചെയ്യുന്നതാണ് ഇഷ്ടമെന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ ഡുവാൻ പറയും, നീ വിചാരിക്കുന്ന പോലെ ക്യാമ്പയിൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ ക്യാമ്പയിൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇൻസെക്ട്സ് കാണും, അങ്ങനെ പല വിധത്തിലുള്ള ജീവികൾ കാണും. അതൊക്കെ കാരണം നമുക്ക് ബുദ്ധിമുട്ട് വരും. എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ഇപ്പം ഇങ്ങനെ ഓരോരോ സ്ഥലം വേണ്ടാന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും ചിലവാക്കണ്ട എന്ന് വെച്ചിട്ടല്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല. എന്നാൽ ഇങ്ങനെയൊക്കെ കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഒന്നും മിണ്ടാ റെഡി ആകത്തില്ല. സാക്ഷി പറയും, ഇല്ല എനിക്ക് ക്യാമ്പയിന് പോയാൽ മതി. ഞാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ സാധനങ്ങളും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ക്യാമ്പയിൻ പോയാൽ മതി എന്നും പറഞ്ഞാൽ അവൾ വാശി പിടിച്ചുകൊണ്ടിരിക്കും. അവസാനം നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കും. അപ്പം നമ്മുടെ സാക്ഷി പറയും, കണ്ടില്ലേ, ക്യാമ്പയിൻ പോയി കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ രാത്രി നക്ഷത്രങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കാം. അങ്ങനെ അവൾ ഓരോരോ കാര്യങ്ങൾ പറയും. അപ്പോൾ അവസാനം ഇവർ രണ്ടുപേരും കൂടി നാളെ രാവിലെ തന്നെ ക്യാമ്പയിൻ പോകാൻ വേണ്ടിയിട്ട്
തീരുമാനിക്കും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവൾ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്തൊക്കെ വെക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെയാണ്. നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഡിസപ്പോയിന്റ് ആയി പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ പെയ്യുമായിരുന്നു. അവൾ ബീച്ചിൽ പോയി ക്യാമ്പയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ലേ പ്ലാൻ ചെയ്തിരുന്നേ. പെട്ടെന്ന് തന്നെ അവൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ ഡുവാൻ അങ്ങോട്ട് സഹിക്കത്തില്ല. അവൻ വിചാരിക്കും ഇവളെ എങ്ങനെയെങ്കിലും ഹാപ്പി ആക്കണമെന്ന്. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും കൂടി ആ വീട്ടിൽ തന്നെ ക്യാമ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി ടെൻ്റൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിൻ്റെ ഇടയിൽ രണ്ടുപേരും നല്ലതുപോലെ എൻജോയും ചെയ്യും. എന്നിട്ട് അവസാനം നമ്മുടെ ഡുവാൻ ആണെങ്കിൽ സാക്ഷി എടുത്ത് പറയും നീ ഇതെടുത്തിട്ട് പിടിച്ച് പൊക്കുക എന്ന്. സാക്ഷി അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നതും അവസാനം രണ്ടുപേരും നല്ലതുപോലെ ക്ലോസ് ആവും. നമ്മുടെ ഡുവാൻ ആണെങ്കിൽ അവളെ ഇങ്ങനെ പിടിച്ചടുത്തേക്ക് പിടിച്ചിരുത്തും. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നു എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ സാക്ഷി ആദ്യമേ ഇവനെ തള്ളി മാറ്റാൻ വേണ്ടി നോക്കും. എന്നാലും നമ്മുടെ ഡുവാൻ വിടുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ നമ്മുടെ സാക്ഷിക്ക് ഒരു കോൾ വരും. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ അമ്മയാണ്. അതും വീഡിയോ കോളാ ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ സാക്ഷി ഭയങ്കര പേടിച്ചു പോകും. അവളാണെങ്കിൽ ഡുവാനെ ആ ടെൻറ്റിൽ നിന്ന് പുറത്താക്കും. എന്നിട്ട് അവൾ കോൾ എടുക്കും. പെട്ടെന്ന് അവളുടെ അമ്മ ചോദിക്കും മോളെ നീ എവിടെയാ, നീ എന്തോ ടെൻറ്റ് ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി കാര്യം പറയും. അതായത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇന്ന് ക്യാമ്പയിന് പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു മഴ പെയ്തു. അതുകൊണ്ട് ഞങ്ങളുടെ ക്യാമ്പയിൻ ഫ്ലോപ്പായി. അതുകൊണ്ട് ഞങ്ങൾ ഈ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ക്യാമ്പയിൻ ചെയ്യാൻ എന്നാ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന അവളുടെ അമ്മ പറയും എന്നാൽ പിന്നെ ആ അപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനുണ്ടല്ലോ അങ്ങ് പുറത്തായിട്ട് ഒളിച്ചങ്ങിരിക്കും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ അമ്മ ഇവനെ കാണാത്ത രീതിയിൽ വീഡിയോ കാണിക്കാനായിട്ടിരുങ്ങും. എന്നാൽ നമ്മുടെ സാക്ഷി ഇവൻ്റെ ദേഹത്ത് തട്ടിയിട്ട് വീഴാനായിട്ട് പോകും. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യും. സത്യം പറഞ്ഞാൽ അവളുടെ അമ്മയാണെങ്കിൽ ഡുവാൻ്റെ ഫേസ് ഒന്നും കാണത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവളുടെ അടുത്ത് ചോദിക്കും മോളെ നിനക്ക് എന്താ പറ്റി, നീ എവിടെയെങ്കിലും വീണോ എന്ന്. അപ്പം നമ്മുടെ സാക്ഷി പറയാം ആന്നമ്മ ഞാനിവിടെ ഒരു സാധനത്തിൽ തട്ടി വീണതാ എന്ന്. ഇവിടെയാണെങ്കിൽ അവളുടെ അച്ഛനും അതേപോലെ തന്നെ നമ്മുടെ യാനും ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ യാൻ ഇതൊക്കെ കാണുന്നത് ഞങ്ങൾ ഭയങ്കര ചിരി വരും. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ യാൻ ചോദിക്കും നീ യഥാർത്ഥത്തിൽ വല്ല സാധനത്തിലും തട്ടിയിട്ട് തന്നെ ആണോ വീണേ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയാം ആന്നാന്ന്, നിനക്കിപ്പോൾ എന്തോ വേണം, നിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കത്തില്ലല്ലോ, മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞിട്ട് അവൾ അച്ഛൻ്റെ അടുത്ത് പറയും. ഞാനാണെങ്കിൽ ഉടനെ തന്നെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാൻ ഒരുങ്ങും. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും പറയും മോളെ നീ വേഗം തന്നെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോവാം, നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു രസവും ഇല്ല എന്ന്. അങ്ങനെ ഇവർ കോള് കട്ട് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും നിനക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയും ഡുവാനും കൂടി സന്ധ്യ നേരം ആകുമ്പോഴത്തേക്കും ഇരുന്ന് ടെൻറ്റിനകത്തിരുന്നിട്ട് ഗെയിം കളിക്കുന്നതാണ്. അതും ഇല്ല ബ്ലോക്ക് വെച്ചിട്ടുള്ള ഗെയിം. അവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാൻ ഇങ്ങനെ ആ ബ്ലോക്ക് ഓരോന്ന് എടുക്കാൻ നോക്കുന്നേ. നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലോക്കിനെല്ലാം തട്ടിയിടാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് തന്നെ ഡുവാൻ പറയും ഇത് ചീറ്റിംഗ് ആണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവളെ തടയും. അവസാനം നമ്മുടെ സാക്ഷിയാണെങ്കിൽ ആ ബ്ലോക്ക് എടുക്കാനായിട്ട് ഒരുങ്ങുന്നതും അവസാനം അതെല്ലാം പൊളിഞ്ഞങ്ങ് വീഴും. ഇത് കാണുന്നതിന് ഡുവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവനിരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സാക്ഷിക്ക് പണിഷ്മെൻറ്റ് കിട്ടാൻ പോവുകയാണല്ലോ. പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷി അവളുടെ നെറ്റിയിലായിട്ട് ഒരു സ്നാക്ക് എടുത്ത് വെച്ചിട്ട് മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കാരണം അതിനെ എടുത്ത് കഴിക്കണം. അവളങ്ങനെ മാക്സിമം ട്രൈ ചെയ്യും. അവസാനം ആ സ്നാക്ക് ആണെങ്കിൽ അവളുടെ മുഖത്തുനിന്ന് വീഴാനായിട്ട് പോകുന്നേ. നമ്മളുടെ ഡുവാനാണെങ്കിൽ അതെടുത്തങ്ങ് കഴിക്കും. സത്യം പറഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അവർ രണ്ടുപേരും നല്ല കാര്യമായിട്ട് ആ ക്യാമ്പിങ് എൻജോയ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. ഇപ്പോഴാണെങ്കിൽ അവളുടെ ഹോസ്റ്റലിൽ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും സമ്മർ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലേ, അവൾ വന്നിട്ട് പറയും അതായത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, ഒരു എക്സിബിഷൻ പോലത്തെ സംഭവമാണ്, ഞാൻ അതിൽ പേര് കൊടുക്കാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയും ഞാനും ഉണ്ട്, ഞാനും നിൻ്റെ കൂടെ അതിന് പേര് കൊടുക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ മിന്നിനെയാണ്. അതായത് ആ സ്പോർട്സ് ഇറക്കാനില്ലേ അവൻ്റെ അടുത്തായിട്ട് നമ്മുടെ കണ്ണാടി വെച്ച് ആ കൂട്ടുകാരി വന്നിട്ട് അവൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ പെൻ ഡ്രൈവ് കൊടുക്കും. എന്നിട്ട് പറയും ഇതാ നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ പെൻ ഡ്രൈവ്, എന്തായിരുന്നാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്, എൻ്റെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നീ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ എടുക്കാൻ റെഡി ആയല്ലോ എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ അത് കൊടുത്ത് അവൻ്റെ അടുത്ത് താങ്ക് യു പറയും. കൂട്ടത്തിൽ തന്നെ അവളുടെ ഫീലിങ്സും അവൻ്റെ അടുത്ത് പറയും. എന്നിട്ട് പറയും എനിക്ക് നിന്നെ ആദ്യമേ തൊട്ട് ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ്, നീ എൻ്റെ അടുത്ത് ഇപ്പം മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ എൻ്റെ ഫീലിങ്സ് നിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ, നീ അത് മനസ്സിൽ വെച്ചിരുന്നാൽ മതി, അപ്പം ഇതൊക്കെ എപ്പോഴെങ്കിലും എനിക്കിതിനുള്ള റിപ്ലൈ തന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ആ കണ്ണാടിക്കാരി അവിടെ നിന്ന് പോകാനായിട്ടിരുങ്ങും. മിന്നിനെ എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സാക്ഷിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഈഹേ സിറ്റിയിലെ
കഴിക്കാൻ അവിടുന്ന് തിരിച്ച് അവളുടെ നാട്ടിലോട്ട് വന്നിരിക്കുക. അവളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ബ്രദറായിട്ടുള്ള യാനും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സാക്ഷിയാണെങ്കിൽ യാനിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഒരാൾ എന്നെ പിക്ക് ചെയ്യാൻ വരത്തില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ എന്നെ പിക്ക് ചെയ്യാൻ വന്നേ? അപ്പം നമ്മുടെ യാൻ പറയും, ഓ നിന്റെ ബോയ് ഫ്രണ്ടായിട്ടുള്ള ആ ഡുവാൻ ഉണ്ടല്ലോ, അവൻ എനിക്ക് മനസ്സമാധാനം തരുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വന്നേ. അപ്പം നമ്മുടെ സാക്ഷി ചോദിക്കും, അപ്പം എൻ്റെ ബോയ് ഫ്രണ്ടിന് എന്നെ പറ്റി ചിന്തയുണ്ട് എന്നും പറഞ്ഞിട്ട് അവർ സംസാരിച്ച് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് വരും. അവിടെയാണെങ്കിൽ അവളുടെ അച്ഛൻ അവളുടെ അമ്മയുടെ ഫോട്ടോ എടുക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി വന്നിട്ട് അവളുടെ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കും. അവളുടെ അമ്മ ഭയങ്കര ഷോക്കായി പോവും. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ റൂമിലായിട്ട് വന്നിട്ട് ഡുവാനെ വിളിക്കുന്നതാ. അവൾ അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് തന്നെ പുറകെ കൂടി അവളുടെ അമ്മ വരും. അമ്മയാണെങ്കിൽ ഇവൾ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കും. എന്നാലും അമ്മ അത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. നമ്മുടെ സാക്ഷിയാണെങ്കിൽ പെട്ടെന്ന് അവളുടെ അമ്മേനെ കാണുന്നേ വേഗം തന്നെ കോള് കട്ട് ചെയ്യും. എന്നിട്ട് അവളുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വേഗം തന്നെ നമ്മളുടെ ഡുവാന് മെസ്സേജ് അയച്ചിട്ട് പറയും, അമ്മ ഇവിടെ വന്നായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കോള് കട്ട് ചെയ്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവളുടെ അമ്മയാണെങ്കിൽ താഴെ അടുക്കളയിലോട്ട് വന്നിട്ട് അവളുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നേ, എനിക്ക് തോന്നുന്നത് സാക്ഷിക്ക് ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ അച്ഛനാണെങ്കിൽ നമ്മുടെ ഈ സാക്ഷിയുടെ അമ്മയടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്നാലും അവൻ ആരായിരിക്കും എൻ്റെ മോളെ ഡേറ്റ് ചെയ്യുന്നത് എന്ന്. എന്നാൽ ഇവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ആൻസേഴ്സ് ഒന്നും അറിയത്തില്ലായിരുന്നല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടി തീരുമാനിക്കും നമുക്ക് നേരിട്ട് സാക്ഷി എടുത്ത് ഇക്കാര്യം ചോദിക്കാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സാക്ഷിനെയാണ്. അവളാണെങ്കിൽ അവളുടെ റൂമിലായിട്ട് നമ്മുടെ ഡുവാൻ കൊടുത്തിരുന്ന കുറേ സാധനങ്ങളില്ലേ അതിനെല്ലാം ഒരു ബോക്സിലായിട്ട് അടച്ചു വെച്ചേക്കുമായിരുന്നില്ലേ. പെട്ടെന്ന് തന്നെ അവൾ അത് ഓർത്തിട്ട് ആ ബോക്സിനെ ഇങ്ങ് പുറത്തെടുക്കും. എന്നിട്ട് നമ്മുടെ ഡുവാൻ ആണെങ്കിൽ ഫസ്റ്റിലെ അവൾക്ക് ഗിഫ്റ്റ് ചെയ്ത ആ ഫോക്സിന്റെ പാവക്കുട്ടീനെയൊക്കെ എടുത്തു വെച്ച് നോക്കും. എന്നിട്ട് കൂട്ടത്തിൽ തന്നെ അവൾ ജാറിലായിട്ട് കുറേ സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതും എടുത്തു വെച്ച് നോക്കും. എന്നിട്ട് അവൾ പറയും, ഫൈനലി ഞാനാണെങ്കിൽ ഡുവാനുമായിട്ട് റിലേഷൻഷിപ്പിലായി എന്ന്. അവളുടെ ഡ്രീം ഇപ്പോൾ സത്യമായെന്നും പറഞ്ഞ് അവൾ സന്തോഷിച്ചിരിക്കും. അതേസമയം തന്നെ അവളുടെ അച്ഛനും അമ്മയും അവിടേക്ക് വരും. എന്നിട്ട് സാക്ഷിനെ വിളിച്ചിട്ട് പറയും, മോളെ ഞങ്ങൾക്ക് നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അവളോട് ചോദിക്കും, നിനക്കിപ്പോൾ വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടോ എന്ന്. ഇത് കേൾക്കുന്നതും കുറച്ച് നേരത്തേക്ക് നമ്മുടെ സാക്ഷി അങ്ങ് സ്റ്റക്കായി പോകും. എന്നിട്ടാണെങ്കിൽ അവളുടെ അച്ഛനെ അമ്മേനെ ഒരു സ്ഥലത്തായിട്ട് പിടിച്ചിരുത്തിയിട്ട് പറയും, ഞാനിത് നിങ്ങളുടെ രണ്ടുപേർക്കും പേഴ്സണലി പറയാനായിട്ടിരുന്നതാ എന്നും പറഞ്ഞിട്ട് അവൾ റിവീൽ ചെയ്യും, അതായത് അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ അച്ഛനും അമ്മയും അവളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് അവൻ എവിടെ ഉള്ളതാ, അവൻ എന്ത് ചെയ്യുക, അവൻ എത്ര വയസ്സുണ്ട്, അവൻ ഗ്രാജുവേഷൻ കഴിഞ്ഞതാണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അവളാണെങ്കിൽ ഒന്നും പറയാതെ വേഗം തന്നെ ആ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഡുവാനെയാണ്. അവനും ഇപ്പോൾ നമ്മുടെ സാക്ഷിയുടെ സിറ്റിയില്ലേ അവിടേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ട് ലഗേജൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ കൊളീഗ്സിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ എല്ലാ കാര്യവും നല്ല കറക്റ്റായിട്ട് ചെയ്യണം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൾ ചെയ്താൽ മതി, വേഗം തന്നെ ഞാനിതെല്ലാം ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ അവൻ്റെ കൊളീഗ്സ് പറയും, എന്തായിരുന്നാലും ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുമല്ലേ, പോയി എൻജോയ് ചെയ്തിട്ട് വന്നു പറഞ്ഞിട്ട് അവനെല്ലാവരും ടാറ്റാ ബൈ ബൈ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് യാനിനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുക. എന്നിട്ട് യാനിൻ്റെ അടുത്ത് ചോദിക്കും, ചേട്ടാ നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം, നിനക്ക് കൈ മസാജ് ചെയ്ത് തരണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാക്ഷിയാണെങ്കിൽ യാനിൻ്റെ അടുത്ത് പതിവില്ലാത്ത സ്നേഹം കാണിക്കും. പെട്ടെന്ന് തന്നെ യാൻ ചോദിക്കും, സത്യം പറ നിനക്ക് എൻ്റെ അടുത്ത് നിന്ന് എന്തുവാ വേണ്ടത്, ഞാൻ നിന്നെ എങ്ങനെ സഹായിക്കേണ്ടത്? അപ്പോൾ നമ്മുടെ സാക്ഷി ചോദിക്കും, നീ ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നില്ലേ, നീ ആരുടെ കൂടെ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നേക്കുന്നേയും ഉടനെ യാനും മനസ്സിലാവും. അവൻ പറയും, ഞാനിന്ന് ഡുവാൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്, എനിക്ക് മനസ്സിലായി, നീയും എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവളെ ഒരുമാതിരി കളിയാക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ സാക്ഷി പറയും, കഷ്ടമുണ്ട്, എന്നെയും കൂടെ കൊണ്ടുപോകുമോ എന്ന്. അപ്പോൾ തന്നെ നമ്മുടെ യാനാണെങ്കിൽ അവൻ്റെ അമ്മേനെ വിളിച്ചു പോകാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് നമ്മുടെ സാക്ഷി അവനിട്ടൊരു അടിയങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് പറയും, നീ എന്തോത്തിന് ഇപ്പം അമ്മയെ വിളിക്കുന്നത്? അപ്പോൾ ഞാൻ പറയും, അത് അമ്മയെടുത്ത് പറയാനായിരുന്നു, ഫുഡ് ഉണ്ടാക്കണ്ട, നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷി എടുത്ത് വേഗം തന്നെ പോയി ഒരുങ്ങാൻ പറയും. അങ്ങനെ അവൾ നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വരും. രണ്ടുപേരും കൂടി കാറിൽ യാത്ര ചെയ്യാൻ നേരത്ത് നമ്മുടെ യാൻ പറയും, ഓ അപ്പോൾ പണ്ടും നീ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരണമെന്നും പറഞ്ഞ് എൻ്റെ കൂടെ കൂടുന്നത് ഇതേ റീസൺ വെച്ചിട്ടായിരുന്നല്ലേ, ഡുവാനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കങ്ങ് ഭയങ്കര നാണക്കേട് വരും. അവളാണെങ്കിൽ പറയും, അങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന്. എന്നാൽ നമ്മുടെ യാനാണെങ്കിൽ ഇപ്പം എല്ലാം നല്ലതുപോലെ മനസ്സിലായിരുന്നു. അപ്പോൾ അവൻ പറയും, ഇതിൻ്റെ സത്യാവസ്ഥ എന്തോന്നറിയാൻ എനിക്കിപ്പോൾ ആരും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാനിപ്പോൾ ആരുടെ ചോദിച്ചിട്ട് ഇത് കൺഫേം ആക്കും. എന്നാൽ നമ്മുടെ സാക്ഷി പറയും, നീ അതൊക്കെ അങ്ങ് മറന്നേരെ, എന്തിനാ ഇപ്പം അതൊക്കെ കുത്തിപ്പോക്കുന്നത്? എന്തായിരുന്നാലും
എന്തായാലും അങ്ങനെയൊന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മുടെ യാനിന്റെ മൈൻഡ് നേരെയാക്കാൻ വേണ്ടിയിട്ട് അവനെ നോക്കിയിട്ട് ഐ ലവ് യു എന്നൊക്കെ പറയും. ഇയോട് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ സാക്ഷിയും അതേപോലെ തന്നെ യാനും കൂടി ഒരു സ്ഥലത്തായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാന് വേണ്ടിയിട്ട് സാക്ഷി പുറത്തിറങ്ങി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പം നമ്മുടെ യാൻ പറയും, ഓ നിനക്കിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ, എങ്കിൽ പിന്നെ അവിടെ നിന്നോ, ഞാൻ എൻ്റെ കാറും കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് വരാം. ആ സമയം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഡുവാൻ അവിടേക്ക് വരും. ഇത് കാണുന്നേ നമ്മുടെ സാക്ഷി വരും, കണ്ടോ കണ്ടോ എൻ്റെ ഡുവാൻ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയെന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ വേഗം തന്നെ കാറിൻ്റെ പുറകിലത്തെ സീറ്റിലായിട്ട് കയറിയിരിക്കും. ഡുവാൻ സത്യം പറഞ്ഞാൽ ഫ്രണ്ടിലത്തെ സീറ്റിലിരിക്കുമെന്നാൽ നമ്മുടെ യാൻ വിചാരിക്കുന്നത്, എന്നാൽ ഡുവാൻ ആണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ കൂടെ തന്നെ പുറകിലായിട്ട് കയറിയിരിക്കും. എന്നിട്ട് അവൾക്ക് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. കൂട്ടത്തിൽ തന്നെ അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ കൈയും ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നത് നമ്മളുടെ യാനാണെങ്കിൽ ഗ്ലാസ്സിൽ കൂട്ടി നോക്കിയിട്ട് പറയും, അതെ ഞാനിവിടെ തന്നെ ഉണ്ട്, അത് മറക്കണ്ട, നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരു പരിപാടിയും കാണിക്കരുത്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, നീ എന്തിനാ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത്, മര്യാദയ്ക്ക് നേരെ നോക്കി വണ്ടി ഓടിക്കടാ. ഇത് കേൾക്കുന്ന യാൻ പറയും, അതെ ഞാൻ നിങ്ങളുടെ ഡ്രൈവർ ആണല്ലോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അവിടെ ഇരുന്ന് എന്തും കാണിക്കാലോ എന്ന് പറഞ്ഞിട്ട് 3 പേരോട് സംസാരിക്കും. അവസാനം കാണിക്കുന്ന ഇവർ 3 പേരും കൂടി നമ്മളുടെ ഈ യാനിൻ്റെ ഫ്രണ്ട്സില്ലേ അവരെല്ലാവരും ഇരിക്കുന്ന ആ റെസ്റ്റോറൻറ്റിലായിട്ട് എത്തുന്നതാണ്. നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. സാക്ഷിയുടെ കൈ ഇവൻ പിടിച്ചേക്കുന്ന കണ്ടിട്ട് നമ്മുടെ യാനിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഞെട്ടിപ്പോവും. ഡുവാനാണെങ്കിൽ അവിടെ വന്നിട്ട് നമ്മുടെ സാക്ഷിനെ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്നും പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അക്കൂട്ടത്തിൽ ഒരുത്തനാണെങ്കിൽ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും, അതെ നീ എന്ന ഹൈസ്കൂളിൻ്റെ ഫംഗ്ഷന് വന്നപ്പോൾ ഇവള് നിൻ്റെ സിസ്റ്റർ ആണ് എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, അത് അന്ന് എനിക്ക് ഇവളുടെ അടുത്ത് ക്രഷ് ഉണ്ടായിരുന്നു, ഇവളുടെ അടുത്ത് ഇത് പറയാനുള്ള മടി കൊണ്ടാണ് ഞാനെന്ന് എല്ലാവരുടെയും മുന്നിൽ എൻ്റെ അനിയത്തിയാണെന്നും പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കേൾക്കുന്നതും അവിടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കും. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ലതുപോലെ ഞെട്ടിപ്പോയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ തടിയനില്ലേ അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരും പറയും, എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് എന്ന്. ഇത് കേൾക്കുന്നേ എല്ലാവരും അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മുടെ യാനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, അതെ നീ ആണെങ്കിൽ അവളെയും കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുമല്ല നീ ആണെങ്കിൽ ഇപ്പോഴേ പൈസയൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങാം. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കും, അല്ല ഇതിനെപ്പറ്റിയൊക്കെ നിനക്ക് എങ്ങനെ അറിയാം, നീ എന്തിനാ ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പം നമ്മുടെ യാൻ പറയും, അത് ഞാനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം നമ്മുടെ സാക്ഷി ചോദിക്കും, അല്ല നീ അത് സെർച്ച് ചെയ്യാനുള്ള കാരണം എന്തുവാ, വെറുതെ ഒരാൾ ഈ ഒരു മാറ്ററിനെ പറ്റി സെർച്ച് ചെയ്ത് നോക്കത്തില്ലല്ലോ. ഞാൻ പറയും, അതെ ഒന്ന് മിണ്ടാതിരിക്കുക, മര്യാദയ്ക്ക് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, പിന്നെ അധികം കുടിക്കണ്ട എന്നും പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ടോപ്പിക്ക് ചേഞ്ച് ആക്കാൻ നോക്കും. ഇത് കേൾക്കുന്നേ ഡുവാനും നമ്മുടെ സാക്ഷിയുടെ കൂടെ തന്നെ സംസാരിക്കും. എന്നിട്ട് ചോദിക്കും, അതാ സാക്ഷി പറഞ്ഞാൽ എന്താ തെറ്റ്, സാക്ഷി പറഞ്ഞത് കറക്റ്റ് അല്ലേ, നീ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ സെർച്ച് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവനും ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ടോപ്പിക്ക് അവിടെ വെച്ച് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിനെ അവളുടെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഡുവാൻ അവളുടെ കൂടെ നടന്നു വരുന്നതാ. അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ സാക്ഷി ചോദിക്കും, നിനക്ക് യഥാർത്ഥത്തിൽ ആൽക്കഹോൾ എന്ന് വെച്ചാൽ അലർജി ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, അതെ എനിക്ക് അലർജിയാണ്, പക്ഷെ എന്നാലും ഞാനിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ സാക്ഷിനെ കിസ് ചെയ്യും. എന്നിട്ട് അവൻ അവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, ഇപ്പോൾ ആ അലർജി പോയെന്നാ തോന്നുന്നത്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അലർജി ഫീൽ ചെയ്യുന്നേ ഇല്ല. എന്നിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിനെ പറഞ്ഞ് മനസ്സിലാക്കും, ഞാനിപ്പോൾ നിന്നെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് എല്ലാ ദിവസവും നിൻ്റെ ഫേസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ ഒരുപാട് കിസ് ചെയ്യും. അവസാനം നമ്മുടെ സാക്ഷിയാണെങ്കിൽ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവളുടെ വീട്ടിലോട്ട് കയറിപ്പോവും. വീട്ടിലാണെങ്കിൽ എത്തുന്നതും നമ്മുടെ സാക്ഷി എടുത്ത് അവളുടെ അമ്മ ചോദിക്കും, മോളെ നീ എന്താ ഇത്ര ലേറ്റായി എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അത് ഞാൻ എന്നെ കൊണ്ടാക്കാൻ ലേറ്റായതാ അമ്മ, എന്നിട്ട് ഞാൻ നേരെ എങ്ങ് വരുമായിരുന്നു. ഇതും പറഞ്ഞിട്ട് അവൾ വേഗം തന്നെ അവളുടെ റൂമിലോട്ട് പോകും. റൂമിലോട്ട് ചെല്ലുന്നതും അവളുടെ അമ്മ അവളുടെ പുറകെ വന്നിട്ട് നമ്മുടെ സാക്ഷി എടുത്ത് ചോദിക്കും, നെയ്യും ഡുവാനും ഡേറ്റ് ചെയ്യുവാണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കര ഷോക്കായി പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളവളുടെ വീട്ടിൽ ഇതുവരെ ഡുവാനാണ് ആൾ എന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഞാൻ അമ്മയെടുത്ത് ഇക്കാര്യം പറയാനായിട്ട് ഇരിക്കുമായിരുന്നു, ഞാനും ഡുവാനും ഡേറ്റ് ചെയ്യുക എന്ന്. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കും, ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി, നീ ആണെങ്കിൽ സമ്മർ ബ്രേക്കിന് വീട്ടിലോട്ട് വരാൻ എൻ്റെ റീസൺ ഇവനാണോ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, ഇതും ഒരു റീസണാണ്, എന്നാലും മെയിനായിട്ടുള്ള കാര്യം ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമായിരുന്നു അമ്മ, ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ തന്നെയാണ് നിന്നത് എന്നൊക്കെ അവൾ പറയും. ഇതൊക്കെ കേൾക്കുന്നതും അവളുടെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് വറീഡ് ആവാൻ തുടങ്ങും. അപ്പം നമ്മുടെ സാക്ഷി പറയും, ഡുവാൻ നല്ലൊരു പയ്യനാ അമ്മ, അവൻ എന്നെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്യുന്നത്, അമ്മയ്ക്ക് അവനെ നന്നായിട്ട് അറിയാവുന്നതല്ലേ, എന്നാലും ഇവളുടെ അമ്മയുടെ മുഖത്ത് ഭയങ്കര
ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അമ്മ പറയും, നിനക്കറിയാവോ അവൻ്റെ അച്ഛൻ ഇപ്പോൾ വയ്യാണ്ട് കിടക്കുവാണ്, പോരാത്തതിന് അവൻ്റെ അച്ഛൻ കാരണം ആക്സിഡൻ്റ് ആയ ഫാമിലി ഇപ്പോഴും അവനെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി പറയും, എനിക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാം, ഇപ്പം അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും ഇല്ല. ഇത് കേൾക്കുന്നേ അവളുടെ അമ്മ ചോദിക്കും, അല്ല ഇതിൻ്റെ ഇടയിൽ കൂടി നീ ഇതൊക്കെ അറിഞ്ഞോ, നീയോ ഇതൊക്കെ കടന്നു പോയിട്ടുണ്ടോ? അപ്പം നമ്മുടെ സാക്ഷി പറയും, ഇല്ല, ഡുവാനിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എനിക്കിതെല്ലാം അറിയാവുന്നത്. അപ്പം നമ്മുടെ സാക്ഷിയുടെ അമ്മ പറയും, മോളെ നിനക്ക് കുഞ്ഞിലെ തൊട്ടേ ഡുവാനെ അറിയാം, ഡുവാന് നിന്നെ കുഞ്ഞിലെ തൊട്ടേ നല്ല കാര്യമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ലവ് ആണ് എന്ന്. ചിലപ്പോൾ നിനക്കത് തോന്നുന്നതാണെങ്കിലോ, അതുമല്ല ഡുവാൻ നിന്നെക്കാട്ടി ഒരുപാട് വയസ്സിന് മൂത്തതല്ലേ. അപ്പം നമ്മുടെ സാക്ഷി പറയും, അമ്മ ഞാനിപ്പോൾ അഡൾട്ടാണ്, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ലവ് തിരിച്ചറിയാനുള്ള പ്രായമായി. അമ്മ എന്നെപ്പറ്റി അങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല. എന്തൊക്കെ സംസാരിച്ചാലും അവളുടെ അമ്മയ്ക്ക് ഇപ്പോഴും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മ പറയും, ഇപ്പം ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ അമ്മ പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷനിലായിരുന്നു. അവൾ അങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നതും പുറകിൽ നിന്ന് നമ്മുടെ ഡുവാൻ വന്നിട്ട് അവളുടെ കവിളിലായിട്ട് പിടിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി ചോദിക്കും, അല്ല ഇത്രയും രാവിലെ നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, അത് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാ. എന്നിട്ട് രണ്ടുപേരോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഡുവാൻ പറയും, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഈ ആഴ്ച തന്നെ നിന്റെ വീട്ടിൽ വന്ന് നിന്റെ പേരൻസിനെ കണ്ട് സംസാരിച്ചാലോ എന്നാ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അത് നല്ലൊരു ഐഡിയ, ഇന്ന് രാത്രി തന്നെ ഞാൻ ഡിന്നർ അറേഞ്ച് ചെയ്യാം, നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, അപ്പോൾ നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഇവർ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അപ്പം നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് പറയും, ഞാൻ വിചാരിക്കുന്നതേ ഞാൻ നിന്നെക്കാട്ടിയും ഒരു 3 വയസ്സിന് മൂത്തതായിട്ട് ഒരു 29 വയസ്സുണ്ടായിരുന്നെങ്കിൽ എന്നാ. അപ്പം നമ്മുടെ ഡുവാൻ ചോദിക്കും, അതെന്താ? അങ്ങനെയാകുമ്പോൾ എനിക്ക് നിന്നെ ഉറപ്പായിട്ടും കല്യാണം കഴിക്കാറുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ എൻ്റെ ബ്രദറൊന്നും സമ്മതിക്കത്തില്ല നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ കാട്ടി മൂത്തതാണ് എന്ന് പറഞ്ഞിട്ട്. എന്നാലും കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അങ്ങനെ ആയിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ നമ്മുടെ സാക്ഷി പറയും. അപ്പോൾ ഡുവാൻ പറയും, അല്ല എനിക്ക് എന്നെക്കാട്ടിയും പ്രായത്തിന് കുറഞ്ഞ പെൺപിള്ളേരെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ സാക്ഷി ചോദിക്കും, ഞാനിപ്പോൾ ഇത്തിരി കഴിയുമ്പം പ്രായമാവത്തില്ലേ? അപ്പോൾ ഡുവാൻ പറയും, നീ ഇനി എത്ര പ്രായമായാലും എന്നെക്കാട്ടി ഇളയത് തന്നെ ആയിരിക്കത്തില്ലേ, എനിക്ക് നിന്നെ തന്നെ മതി. അപ്പോൾ നമ്മുടെ സാക്ഷി ഡുവാൻ്റെ ചോദിക്കും, നീ എൻ്റെ കാര്യത്തിൽ ഹാപ്പിയാണോ? ഞാൻ നിൻ്റെ കൂടെ ഉള്ളതിൽ നീ ആണെങ്കിൽ ഓക്കെ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ ഡുവാൻ ചോദിക്കും, അല്ല നീ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എന്നാൽ സാക്ഷിയാണെങ്കിൽ ഒന്നും പറയത്തില്ല. അവൾ പറയും, ഞാൻ ചുമ്മാ ചോദിച്ചതാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ നടക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അന്ന് തന്നെ വൈകുന്നേരം നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിയുടെ വീട്ടിലായിട്ട് വരുന്നേ. അവളുടെ ആണെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നു. സാക്ഷി ഇപ്പോൾ പുറത്തു പോയിരിക്കുമായിരുന്നു. അപ്പോൾ അവളുടെ അച്ഛൻ പറയും, സാക്ഷി ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും ഫ്രീ ആയിട്ട് സംസാരിക്കാം എന്ന്. എന്നിട്ട് നമ്മൾ ഡുവാൻ കാര്യം പറയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ സാക്ഷിയുടെ അച്ഛൻ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരെയും കാര്യം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായിപ്പോയി. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, അതെ ഞാനും ഇക്കാര്യം തന്നെ പേഴ്സണലി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഞാനും സാക്ഷിയും തമ്മിൽ റിലേഷൻഷിപ്പിലാണ് എന്ന്. എന്നിട്ട് ഡുവാൻ പറയും, അച്ഛന് എന്ത് കാര്യം വേണമെങ്കിലും എൻ്റെ അടുത്ത് ഇപ്പോൾ ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നമ്മുടെ സാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും. അതായത് ആ വിക്ടിമിൻ്റെ ഫാമിലി നിന്നെ ഇപ്പോഴും ടോർച്ചർ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പം നമ്മൾ ഡുവാൻ പറയും, ഇല്ല ഇപ്പം അങ്ങനെയുള്ളൊരു ഇഷ്യൂ ഇല്ല. എന്നിട്ട് സാക്ഷിയുടെ അച്ഛൻ ചോദിക്കും, നിൻ്റെ അച്ഛനിപ്പോൾ എന്താണ് അവസ്ഥ? അപ്പം നമ്മുടെ ഡുവാൻ പറയും, അച്ഛൻ ഇപ്പോഴും കോമയിൽ തന്നെയാണ്, യാതൊരു കുറവും ഇല്ല എന്ന്. ഇത് കേൾക്കുന്ന സാക്ഷിയുടെ അച്ഛൻ പറയും, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കാണെങ്കിൽ നിന്നെ നല്ലതായിട്ട് അറിയാം, എനിക്കറിയാം നീ സാക്ഷിയുടെ കാര്യത്തിൽ നല്ലതുപോലെ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന്. എന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ പറ്റി ആലോചിച്ചിട്ട് നല്ല കൺസേൺ ഉണ്ട്. അതായത് നിൻ്റെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് അല്ലേ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, എന്നാലും നിൻ്റെ ഫാമിലിയിലോട്ട് എൻ്റെ മോളെ പറഞ്ഞു വിടാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുമല്ല നിങ്ങൾക്കിടയിൽ നല്ലൊരു ഏജ് ഡിഫറൻസും ഉണ്ട്. എൻ്റെ കുഞ്ഞാണെങ്കിൽ ഇതുവരെ 20 വയസ്സ് പോലും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ലോങ് ടൈമിനെ പറ്റി ആലോചിച്ചിട്ട് കൂടി കാണത്തില്ല. അതുകൊണ്ട് ഞാനും എൻ്റെ വൈഫും അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് നമ്മുടെ സാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് പറയും, എന്തായിരുന്നാലും ഞങ്ങൾ രണ്ടുപേരും ഹോപ്പ് ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റണേ എന്ന. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഡുവാൻ അങ്ങ് ഒരുമാതിരിയായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ അവളുടെ അച്ഛൻ്റെ ഇരുന്ന് ചായ കുടിക്കുമായിരുന്നു. എന്നിട്ട് അവളുടെ അച്ഛൻ അവളെ പിടിച്ചെടുത്തിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. അവളുടെ അച്ഛൻ പറയും, മോളെ നിനക്കൊരു കാര്യം അറിയാവോ, നിനക്ക് കുഞ്ഞിലെ എപ്പോഴും അസുഖമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേ എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അറ്റൻഷൻ മൊത്തം നിൻ്റെ അടുത്തായിരുന്നു. അതുകൊണ്ട് എന്താ ഞാൻ എന്നെ അക്കാര്യത്തിൽ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. നീ എപ്പോഴും കരയെ എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതേപോലെ തന്നെയാണ് മോളെ നീ ഇപ്പോഴും ഞങ്ങൾക്ക്, നിനക്ക് 20 വയസ്സാവാൻ പോവുമല്ലേ, അതുകൊണ്ട് തന്നെ നിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല കൺസേൺ ഉണ്ട്. ഞങ്ങളാണെങ്കിൽ ഇന്ന് നീ പുറത്ത് പോയിരുന്ന സമയത്ത് ഡുവാനെ ഈ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് കാര്യം സംസാരിച്ചായിരുന്നു. അവൻ്റെ അടുത്ത് ഞങ്ങളെല്ലാം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരാളുടെ സ്റ്റാറ്റസ്
സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റോ നോക്കിയിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്ന കൂട്ടത്തിലല്ല. എന്നാലും ഡുവാൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഫാമിലി ഇഷ്യൂസ് കുറച്ചുണ്ടല്ലോ. എൻ്റെ മോൾ എവിടെ പോയാലും നീ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നീ യാതൊരു പ്രശ്നവും ഫേസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ അവൻ്റെ അടുത്ത് ഇതെല്ലാം ഓപ്പണായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുന്നേ സാക്ഷി ഭയങ്കര ഷോക്കായി പോവും. അപ്പോൾ സാക്ഷിയുടെ അച്ഛൻ പറയും, ഒരു പക്ഷേ ഞങ്ങൾ സംസാരിച്ചത് കേട്ടിട്ട് ഡുവാന് നല്ല വിഷമവും ആയി കാണും. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ പറ്റി നല്ല കൺസേൺ ഉണ്ട്. അത് ഞങ്ങൾ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയുകയും ചെയ്തു. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നീ ഈ പ്രശ്നങ്ങളിലൊന്നും തലയിടാണ്ടിരിക്കുന്നതാ. എന്തിനാ വെറുതെ നീ അവൻ്റെ പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുന്നേ? ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നീ അവനായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിയുടെ അമ്മ അവളുടെ അടുത്ത് പറയും, അതെ ഞങ്ങൾ അവൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞു. നിനക്ക് അവൻ്റെ അടുത്ത് ബ്രേക്കപ്പ് ആയി എന്ന് പറയാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞോളാം. ഇത് കേൾക്കുന്നേ സാക്ഷിക്ക് നല്ല സങ്കടമാവും. അവളാണെങ്കിൽ പറയും, ഡുവാൻ ഒരിക്കലും അവൻ്റെ പ്രശ്നങ്ങളിൽ കൂടി എന്നെ കടന്നു പോകാൻ സമ്മതിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള ഒരാളും അല്ല. സത്യം പറഞ്ഞാൽ അവൻ്റെ ഫാമിലിയിൽ നടന്ന ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ അവനല്ലല്ലോ. അതൊന്നും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കാര്യവും ഇല്ല എന്നും പറഞ്ഞിട്ട് അവനെ എന്തിനാ ബ്ലെയിം ചെയ്യുന്നേ? അവൻ്റെ ലൈഫിൽ നടന്നതിനെല്ലാം അവൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇനി അച്ഛനും അമ്മയും കൂടി അവനെ കുറച്ചുകൂടി പ്രശ്നത്തിലാക്കല്ലേ? ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും പറയാൻ തോന്നില്ല. അവരിങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇനിയൊന്നും സംസാരിക്കാനും ആഗ്രഹിച്ചിരുന്നില്ല. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് വേഗം തന്നെ അകത്തേക്ക് കയറിപ്പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡുവാനെയാണ്. അവനും നമ്മുടെ സാക്ഷിയുടെ പേരൻസ് പറഞ്ഞത് ആലോചിച്ചിട്ട് നല്ല ടെൻഷനിലായിരുന്നു. അവനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ സാക്ഷിനെ കാണിക്കും. അവക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവളും നല്ല സങ്കടത്തിലാണ്. അവക്കും നമ്മുടെ ഡുവാൻ്റെ അടുത്ത് എന്ത് സംസാരിക്കണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാനെ കോൾ ചെയ്യും. ഡുവാനെ കോൾ ചെയ്തിട്ട് അവൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡുവാൻ ചോദിക്കും എന്ത് പറ്റിയെന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൻ്റെ അടുത്ത് സോറി പറയും. നീ എൻ്റെ പേരൻസ് കാരണം കുറേ ഹേർട്ടായല്ലേ, നിനക്കും ഒരുപാട് പ്രഷർ സഹിക്കേണ്ടി വന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതിന് നിൻ്റെ പേരൻസ് എൻ്റെ അടുത്ത് അധികമായിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്നെക്കാട്ടിയും കുറച്ച് പ്രായം കൂടുതലാണെന്ന് മാത്രമേ എൻ്റെ അടുത്ത് സംസാരിച്ചോളൂ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, നീ തമാശ കളഞ്ഞിട്ട് സീരിയസ് ആയിട്ട് സംസാരിക്കുക. എൻ്റെ പേരൻസ് നിന്നെ നല്ലതുപോലെ ഹേർട്ടാക്കി എന്നറിയാം. സത്യം പറയാൻ നമ്മുടെ ഡുവാന് നല്ലതുപോലെ അറിയാം. അതായത് അവളുടെ പേരൻസ് ആണെങ്കിൽ ഇപ്പം പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പേരൻസും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് കൺസേൺ ആയിട്ട് പറയുന്നതാ എന്ന്. സത്യം പറഞ്ഞാൽ അവർ പറയുന്ന കൺസേണും സത്യമായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, എനിക്ക് നിൻ്റെ ഫാമിലിനെ പറ്റിയൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം എനിക്കും കൂടി നിന്നിട്ട് സോൾവ് ചെയ്യണമെന്നാ. നിൻ്റെ അച്ഛനെയും എനിക്ക് നിന്നിട്ട് നോക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം എന്നെ ഇപ്പോഴും ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കണ്ടുവച്ചേക്കുന്നത്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് കേൾക്കുന്നേ ഡുവാൻ പറയും, എനിക്കറിയാം അതിനെപ്പറ്റി എല്ലാം എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന്. സത്യം പറഞ്ഞാൽ സാക്ഷി ഇങ്ങനെ ഇമോഷണലായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ഡുവാനും നല്ല സങ്കടമാവും. അവനും ഭയങ്കര ഇമോഷണലാവും. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡുവാൻ പറയും, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, നീ വിഷമിക്കേണ്ട, ഞാനെല്ലാം നേരെയാക്കാം എന്ന്. സത്യം പറഞ്ഞാൽ ഡുവാൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ സാക്ഷിയുടെ പേരൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ സാക്ഷിയുടെ ഡുവാൻ പറയും, എനിക്ക് നാളെ അർജൻറ്റായിട്ട് തിരിച്ച് ഈഹിയിലോട്ട് പോയേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ സാക്ഷി വയ്ക്കും, അതെന്ത് പറ്റി പെട്ടെന്ന് പോകുന്നേ? ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരണോ? എന്നാൽ നമ്മുടെ ഡുവാനാണെങ്കിൽ അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ അവൻ അവസാനം ടാറ്റ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. നമ്മുടെ സാക്ഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ വിചാരിക്കും, എന്നാലും ഇപ്പം ഡുവാൻ പെട്ടെന്ന് തിരിച്ചങ്ങോട്ട് പോകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും? ഇനി അവൻ എൻ്റെ അടുത്ത് പറയാതെ എൻ്റെ കൂടെ ബ്രേക്കപ്പ് ആവാനുള്ള എന്തെങ്കിലും പ്ലാനിങ് ആണോ എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷിയും എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് തിരിച്ച് അവളുടെ ആ ഈഹി സിറ്റിയിലെ കോളേജിലെ അവിടേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. പെട്ടെന്ന് അവളുടെ അമ്മ വന്നിട്ട് ചോദിക്കും, മോളെ നീ എവിടേക്കാണ് പോകുന്നത്? നീ എന്താ തിരിച്ചു പോവുകയാണോ എന്ന്. അപ്പം നമ്മുടെ സാക്ഷി പറയും, അതെ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കും, ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യം ആലോചിച്ചിട്ടാണോ നീ വേഗം തന്നെ തിരിച്ചു പോകുന്നത്? അപ്പം നമ്മുടെ സാക്ഷി പറയും, എനിക്ക് ഡുവാൻ്റെ അടുത്ത് അർജൻറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഡുവാനെയല്ലേ വിശ്വസിക്കാതെ? എന്നിൽ വിശ്വാസം ഉണ്ടല്ലോ, ഞാൻ തിരിച്ചു പോയി എൻ്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആക്കാം എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിയുടെ അച്ഛൻ പറയും, മോളെ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഈഹി സിറ്റിയിൽ എത്തുന്നേ. അവിടുത്തെ എയർപോർട്ടിൽ ഇരിക്കുന്നേയും നമ്മുടെ സാക്ഷി ഡുവാനെ വിളിക്കും. അതായത് അവളെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സാക്ഷിയുടെ കയ്യിലായിട്ട് പണ്ട് അവളുടെ ഡ്രീം എഴുതി വെച്ച 2 സ്റ്റാർ ഉണ്ടല്ലോ, അതുകൊണ്ട് അവളാണെങ്കിൽ അതും കയ്യിൽ വെച്ചിട്ട് പഴയ കാര്യങ്ങൾ ആലോചിക്കും. അതായത് പണ്ട് അവള് നമ്മുടെ ഈ പഴയ സ്ഥലത്ത് നിന്ന് ഈഹി സിറ്റിയിലോട്ട് ഡുവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നില്ലായിരുന്നോ? അന്ന് അവള് ഡുവാനെ കണ്ടുടനെ തന്നെ കരയാനാ തുടങ്ങിയ. അപ്പൊ നമ്മുടെ സാക്ഷി വിചാരിക്കും, ഇത്തവണ ഞാൻ അവൻ്റെ അടുത്ത് എല്ലാ കാര്യവും പറയുമ്പോഴും ഞാൻ ഒരിക്കലും കരയത്തില്ല എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഡുവാൻ അവിടേക്ക് സാക്ഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും.
ഡുവാൻ അവളെ കാണുന്നേ മനസ്സിലാവും. അതായത് നമ്മുടെ സാക്ഷി ഇപ്പം നല്ല സങ്കടത്തില, അവള് ഭയങ്കര മൂഡ് ഔട്ടായെന്ന്. അങ്ങനെ അവൻ വന്നിട്ട് കാര്യം തിരക്കും. അപ്പം നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് പറയും, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ നേരത്ത് ഇവിടെ എൻ്റെ ഓൺലൈൻ ഡേറ്റിങ്ങിലെ ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്ന കാര്യം. അപ്പം നമ്മുടെ ഡുവാൻ പറയും, ആ എനിക്ക് ഓർമ്മയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനന്ന് ഇവിടേക്ക് വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കാണെങ്കിൽ അന്ന് യാതൊരു ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഷോക്കായി പോവും. അപ്പം നമ്മുടെ സാക്ഷി അവിടെ കയ്യിലിരുന്ന 2 സ്റ്റാർ എടുത്ത് അവൻ്റെ കയ്യിലായിട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് പറയും, സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. അതായത് ഞാനാണെങ്കിൽ നിന്റെ പേരെഴുതാൻ പഠിക്കുന്നതിന് മുന്നേ തൊട്ടേ എനിക്ക് നിൻ്റെ അടുത്ത് ക്രഷ് ഉണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് നമ്മുടെ സാക്ഷി അവൻ്റെ അടുത്ത് കൺഫ്യസ് ചെയ്യും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാന് എന്തുവാന്ന് മനസ്സിലാവത്തില്ല. കാര്യം അവൻ ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അവനങ്ങനെ ആ സ്റ്റാർ ഓപ്പൺ ചെയ്ത് നോക്കും. അതിനകത്ത് ഫസ്റ്റ് സ്റ്റാറിനകത്ത് എഴുതിയിരുന്നത്, എനിക്കൊരു സീക്രട്ട് ഉണ്ട്, എനിക്ക് ഡുവാനെ ഇഷ്ടമാണ് എന്നായിരുന്നു. നമ്മുടെ ഡുവാൻ്റെ കണ്ണ് നിറഞ്ഞു പോകും ഇത് കേൾക്കുന്നേ. എന്നിട്ട് അവൻ അടുത്ത സ്റ്റാർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ സാക്ഷി പറയും, അതായത് ഞാനാണെങ്കിൽ വലുതാകുമ്പോൾ ഒരുപാട് പണം സമ്പാദിച്ചിട്ട് ഡുവാൻ്റെ എല്ലാ കടവും തീർക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും വായിക്കുന്നത് നമ്മുടെ ഡുവാനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റത്തില്ല. അവൻ്റെ കണ്ണിൽ നിന്ന് നല്ലതുപോലെ കണ്ണീര് വരും. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടമാണോ സന്തോഷമാണോ എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോൾ. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി പറയും, നിനക്കിപ്പം മനസ്സിലായല്ലോ എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാ എന്ന്. അതുകൊണ്ട് തന്നെ ഇനി വേറെ ആരും പറയുന്ന കാര്യം നീ മൈൻഡിൽ വെക്കേണ്ട ഒരാവശ്യവും ഇല്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നീ എന്നെ ഇട്ടിട്ട് എവിടേക്കും പോവരുത് എന്ന് നമ്മുടെ സാക്ഷി ഓപ്പണായിട്ട് പറയും. സത്യം പറഞ്ഞാൽ ഡുവാനാണെങ്കിൽ സങ്കടം കാരണം എന്ത് വേണോന്നറിയത്തില്ലായിരുന്നു. അവനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, അത് നീ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ പലതും ആലോചിച്ചു. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാനാണെങ്കിൽ ചിരി വരും. അവനാണെങ്കിൽ വേഗം തന്നെ കോമഡി ആയിട്ട് പറയും, എനിക്കാണെങ്കിൽ ഇപ്പോൾ കണ്ടിട്ട് എന്തോ പോലെ തോന്നും. അപ്പോൾ നമ്മുടെ സാക്ഷിക്കും, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അപ്പോൾ ഡുവാനാണെങ്കിൽ പറയും, എനിക്ക് ഈ സ്റ്റാർ തിരിച്ചു മടക്കാൻ അറിയത്തില്ല. അത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ചിരിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ സ്റ്റാർ വാങ്ങി തിരിച്ച് മടക്കി വെക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? ഞാൻ സത്യം പറഞ്ഞാൽ നിൻ്റെ പേരൻസ് നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ തട്ടിക്കൊണ്ടുവന്ന് ഞാനൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയേനെ. ഇപ്പം നീ ഗ്രാജുവേഷൻ ചെയ്യുമല്ലേ, ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കുന്നത് വരെ നമുക്ക് എന്തായിരുന്നാലും ഒരുമിച്ച് നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാനായിട്ട് തന്നെ ഇരിക്കുക. നിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ട് കളയത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി വിചാരിക്കും, ഞാൻ കുറച്ച് അധികം ചിന്തിച്ച് കൂട്ടിയോ എന്ന്. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് പോയായിരുന്നല്ലോ. ഇവിടെയാണെങ്കിൽ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാവും. നമ്മളുടെ ഡുവാനും നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇത്രയും ഇഷ്ടപ്പെടുന്നൊരു കുട്ടീനെയല്ലേ അവന് കിട്ടിയത്. അങ്ങനെ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഡുവാനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ നമ്മുടെ സാക്ഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇരുന്ന് ആലോചിക്കുമായിരുന്നു. അതും അവൻ്റെ കയ്യിൽ ആ സ്റ്റാറും ഇരിപ്പുണ്ട്. അവനിരുന്ന് ആലോചിക്കും, അതായത് ഇത്രയും കാലവും സാക്ഷിയാണെങ്കിൽ ആരെ പറ്റിയിട്ടാണോ പറഞ്ഞുകൊണ്ടിരുന്നത് അതെല്ലാം അവനെ പറ്റിയിട്ട് തന്നെ ആയിരുന്നല്ലോ എന്ന് അവന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. അതായത് സാക്ഷിയുടെ ഫീലിങ്സ് അവൻ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അവൻ എങ്ങനെ അതൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കും. ആ സമയത്ത് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവിടേക്ക് വരും. എന്നിട്ട് അവൾ ചോദിക്കും, നീ ആണെങ്കിൽ എന്തുവാ ആലോചിക്കുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, അത് നീ പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. നീ എന്നെ കാരണം എന്തുമാത്രം സങ്കടം അനുഭവിച്ചു കാണും, ഇത്രയും വർഷം നീ എന്ത് വേദനിച്ചു കാണും, അതെല്ലാം ഞാൻ കാരണമല്ലേ. എനിക്ക് നിന്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ നിൻ്റെ അടുത്ത് എന്ത് ലേറ്റായിട്ടാണ് എൻ്റെ ഇഷ്ടത്തിനെ പറ്റി പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ഡുവാൻ ഭയങ്കര സങ്കടപ്പെടും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, നീ അങ്ങനെയൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട ഒരാവശ്യമില്ല. ഞാൻ നിൻ്റെ അടുത്ത് ഈ സത്യം തുറന്നു പറഞ്ഞത് തന്നെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയട്ടെ. അവൾ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് ഐ ലവ് യു പറയും. ഉടനെ ഡുവാനും തിരിച്ച് ഐ ലവ് യു പറയും. സാക്ഷിക്കാണെങ്കിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ നല്ല ഒരു റൊമാൻറ്റിക് മൊമെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ തിരിച്ച് അവളുടെ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ആയായിരുന്നു. അവിടെയാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാൻ നേരത്ത് പറയും, അതായത് അവളൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോകുമല്ലേ, അതിനുള്ള തീം കിട്ടിയെന്ന്. ഇത് കേൾക്കുന്നേ അവളുടെ ഫ്രണ്ട് ചോദിക്കും, നിന്റെ തീം എന്തുവാ? എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവൾ മരത്തത് പറയാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡുവാൻ്റെ ഓഫീസാണ്. അവിടെയാണെങ്കിൽ അവൻ്റെ 2 ബോസുമാരില്ലേ, അവർ രണ്ടുപേരോട് ഇരുന്നിട്ട് നമ്മളുടെ ഡുവാൻ്റെ പ്രൊമോഷനെ പറ്റി ഡിസ്കസ് ചെയ്യുകയും അതിൻ്റെ മെയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെ അവർ നോക്കുമ്പോൾ
നോക്കുമ്പോൾ എന്തുവാ ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നതന്നെ നമ്മളുടെ ഡുവാനെ അവർ അക്സെപ്റ്റ് ചെയ്യുക എന്ന. ഇത് കാണുന്നതും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാവും. ഇവരിത് ഡുവാൻ്റെ അടുത്ത് സംസാരിക്കുക എന്നും പറഞ്ഞ് പ്ലാൻ ഇടുന്നതും കറക്റ്റായിട്ട് അവിടേക്ക് നമ്മളുടെ ഡുവാൻ വരും. എന്നിട്ട് അവനാണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരത് പറയും, ഞാൻ റിസൈൻ ചെയ്യാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നതും നമ്മുടെ ഈ സിയോങ്ങും അതേപോലെ തന്നെ അവരുടെ ഹസ്ബൻഡും ഭയങ്കര ഞെട്ടിപ്പോവും. അവർ ചോദിക്കും, എന്ത് പറ്റി നീ ഇങ്ങനെ പെട്ടെന്നൊരു റെസിഗ്നേഷൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത്, നിനക്ക് വേറെ നല്ല ഓപ്പർച്യൂണിറ്റി വല്ലതും കിട്ടിയോ? അപ്പം നമ്മുടെ ഡുവാൻ പറയും, ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടൊന്നുമല്ല, എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അവർ ചോദിക്കും, എവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമോ നീ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ അവനാണെങ്കിൽ സ്ഥലത്തിൻ്റെ പേര് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാക്ഷിയുടെ വീട് നിൽക്കുന്ന സ്ഥലമാണ്. ഇത് കേൾക്കുന്നതോ അവൻ്റെ ബോസ് ചോദിക്കും, എന്താ സാക്ഷിയുടെ കാര്യം കൊണ്ടാണോ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവൾക്ക് വേണ്ടിയിട്ടാണോ നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പം നമ്മളുടെ ഡുവാൻ പറയും, അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ ഞാൻ എൻ്റെ കാര്യം സംസാരിച്ചായിരുന്നു. അവളുടെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കൂടെ അവളുടെ മാരേജ് നടത്തുന്നതിൻ്റെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അവർ വിചാരിക്കുന്നത് തന്നെ അവരുടെ മോളെ എൻ്റെ അടുത്ത് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഞാൻ അവളെ പൊന്നുപോലെ നോക്കത്തില്ല എന്ന്. എനിക്കാണെങ്കിൽ ഇനി അവരുടെ മുന്നിൽ പ്രൂവ് ചെയ്ത് കാണിക്കണം. എനിക്ക് അവരുടെ ആ നാട്ടിൽ തന്നെ സെറ്റിലാവണം എന്ന് പറയും. ഇത് കേൾക്കുന്നതും നമ്മളുടെ സിയോങ്ങിൻ്റെ ഹസ്ബൻഡ് പറയും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ സ്ട്രഗിളിങ് എന്തുവാ എന്ന്. എപ്പോഴും ആമ്പിള്ളേർ എല്ലാവരെയും പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് അവരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾ സേഫ് ആയിരിക്കുമെന്ന്. നീയും അങ്ങനെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് ഓക്കെയാണ്. ഇത് കേൾക്കുന്നേ സിയോങ് പറയും, എനിക്ക് നിൻ്റെ സിറ്റുവേഷൻ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിന്നെ റെസ്ട്രെയിൻ ചെയ്യുന്നൊന്നുമില്ല. നീ നിൻ്റെ കാര്യം പോലെ തന്നെ ചെയ്യുക. നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളുടെ ഡുവാനാണെങ്കിൽ പറയും, ഞാനവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ സിയോങ് ചോദിക്കും, നീ സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് നിൻ്റെ കയ്യിൽ വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് നീ അവിടെ ഒരു ബ്രാഞ്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിനക്ക് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുമല്ലോ. ഇത് കേൾക്കുന്നേയും നമ്മുടെ ഡുവാൻ അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നും. അങ്ങനെ സിയോങ് പറയും, നിനക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡുവാൻ ഒരു കോള് വരുന്നതാണ്. അതും ആ ഹോസ്പിറ്റലിൽ നിന്നാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചേരും. അവിടെ ഡോക്ടർ പറയും, അതായത് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് ടൈമൊന്നുമില്ല, അച്ഛൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡുവാനാണെങ്കിൽ അകത്തേട്ട് വന്നിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. എന്നിട്ട് അവൻ പറയും, എന്തൊക്കെയായിരുന്നാലും അച്ഛനാണെങ്കിൽ അന്ന് ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്ത് ചാടേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അച്ഛനങ്ങനെ ചാടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടായേനെ. നമ്മൾ ഇത്രയും കഷ്ടമൊന്നും അനുഭവിക്കേണ്ടിയും വരത്തില്ലായിരുന്നു. അച്ഛൻ എന്തായിരുന്നാലും ഒരു കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. ഞാനാണെങ്കിൽ നമ്മളുടെ പേരിലുണ്ടായിരുന്ന എല്ലാ കടവും അടച്ചു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഇനി സമാധാനമായിട്ട് വിശ്രമിക്കാം. പോരാത്തതിന് എൻ്റെ അമ്മയാണെങ്കിൽ അച്ഛനെക്കാട്ടി മുന്നേ തന്നെ ഈ ലോകത്ത് നിന്ന് പോയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ നമ്മുടെ ഈ കടം തീർക്കേണ്ടത് കാരണം അമ്മയുടെ അസുഖത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. എന്നിട്ട് ഞാൻ അവസാനം എങ്ങനെയെങ്കിലും അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്നാൽ അത് ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. എനിക്ക് അമ്മേനെ സഹായിക്കാൻ പറ്റിയില്ല, അമ്മേനെ സംരക്ഷിക്കാനും പറ്റിയില്ല. എന്തൊക്കെയായിരുന്നാലും അച്ഛനോട് ഒരുപാട് നന്ദിയുണ്ട്. അച്ഛനെ കാരണം ഞാൻ ഇനി ഒരു കാലത്തും കുടിക്കാൻ നിൽക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട്. അച്ഛനെ കാരണം തന്നെയാണ് ഞാനിപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടുള്ളത്. എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെടേണ്ടവരെ എങ്ങനെ സ്നേഹിക്കണോ എന്നും നല്ലതുപോലെ അറിയാം. സത്യം പറഞ്ഞാൽ അച്ഛനാണെങ്കിൽ അന്ന് ആ ആക്സിഡൻറ്റ് വരുത്തിയിട്ട് പോലീസിൻ്റെ അടുത്ത് കീഴടങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് ഇപ്പോൾ ഒരുപാട് മാറിയാനെ. നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരത്തില്ലായിരുന്നു. എന്തൊക്കെയായിരുന്നാലും ഞാൻ അച്ഛനോട് എപ്പോഴും താങ്ക്ഫുള്ളാണ്, എന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള ആളാക്കിയതിൽ എന്നൊക്കെ നമ്മളുടെ ഡുവാൻ ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കും. ഇങ്ങനെ ഇവൻ്റെ അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നത് അവൻ്റെ അച്ഛനാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കൈ അനക്കും. ഇത് നമ്മളുടെ ഡുവാനെ ശ്രദ്ധിക്കും. സത്യം പറഞ്ഞാൽ ഇത് അവസാനമായിട്ടായിരുന്നു അവൻ്റെ അച്ഛൻ കൈ അനക്കുന്നത്. ആ സെക്കൻഡിൽ തന്നെ അവൻ്റെ അച്ഛനും മരിച്ചു പോവും. നമ്മളുടെ ഡുവാനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും. അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. ഹോസ്പിറ്റലിന് പുറത്തോട്ട് നടന്ന് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ സാക്ഷി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഡുവാനാണെങ്കിൽ അവളുടെ മുമ്പിലായിട്ട് എല്ലാം ഓക്കെയാണ്, ഇതെന്തെങ്കിലും ഒരിക്കൽ നടക്കേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ പ്രിറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മുടെ സാക്ഷിക്ക് നല്ലതുപോലെ അറിയാം, അതായത് ഡുവാനിപ്പോൾ നല്ല വിഷമത്തിലാണ്, അവനിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷി അവനെ കെട്ടിപ്പിടിക്കും. നമ്മുടെ ഡുവാന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവൻ നല്ല പൊട്ടിക്കരയും. സാക്ഷിയാണെങ്കിൽ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, നീ സങ്കടപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ വിഷമം അടക്കാനേ പറ്റുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് നല്ല ഇമോഷണൽ സീനാണ് കേട്ടോ. അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പറയും, എന്താ ഞാൻ ഇത്രയ്ക്കും പ്രായമായി പോയോ, എൻ്റെ കൂടെ എൻ്റെ പേരൻസ് പോലും ഇല്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ സാക്ഷിക്ക് നല്ല വിഷമമുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് ഡുവാൻ്റെ അമ്മയുടെ ഗ്രേവിൻ്റെ അടുത്തായിട്ട് വരുന്നതാണ്.
അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ അമ്മയടുത്ത് സംസാരിക്കും. അതായത് അമ്മ ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് സാക്ഷി. ഞാൻ ഇനി മുതൽ ഇവളുടെ കൂടെയാണ് അവളുടെ നാട്ടിൽ ജീവിക്കാൻ പോകുന്നത്. ഞാൻ അവിടെ സെറ്റിലാവാൻ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അച്ഛനിപ്പോൾ ഈ ലോകത്തില്ല. ഇതും പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇമോഷണൽ ആവും. ഇത് കേൾക്കുന്നതും നമ്മുടെ സാക്ഷി നമ്മുടെ ഡുവാൻ്റെ അമ്മയടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. അവളാണെങ്കിൽ നമ്മുടെ ഡുവാനെ ഒത്തിരി പൊക്കി പറയും. എന്നിട്ട് പറയും, ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങളുടെ മോൻ സുന്ദരനാണ്, സൂപ്പറാണ് എന്നൊക്കെ നമ്മുടെ സാക്ഷി പറയും. കൂട്ടത്തിൽ തന്നെ അവൾ പറയും, അതായത് അമ്മ ഇനിയിപ്പോൾ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട, അവന് ഞാൻ നല്ലൊരു ഫാമിലിനെ കൊടുക്കും, അവനെ കെയർ ചെയ്യുന്ന അവനെ സംരക്ഷിക്കുന്ന ഒരു ഫാമിലിനെ കൊടുക്കും. പോരാത്തതിന് അവനെ ആരെങ്കിലും ബുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ വെറുതെ വിടത്തൊന്നുമില്ല, ഞാൻ അവർക്ക് നല്ല പണിഷ്മെൻറ്റ് കൊടുക്കും എന്നൊക്കെ നമ്മുടെ സാക്ഷി ഇങ്ങനെ ഓരോന്ന് പറയും. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ ഡുവാൻ നല്ല ഇമോഷണൽ ആയിരുന്നു. അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ സാക്ഷി അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അമ്മ വിചാരിക്കും ഞാൻ നിന്നെ ബുള്ളി ചെയ്യുമെന്ന്. എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ അമ്മേനെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡുവാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കും. ഡുവാൻ അവൻ്റെ അമ്മയടുത്ത് പറയും, ഞാൻ എവിടെയായിരുന്നാലും എല്ലാ വർഷവും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നതായിരിക്കും എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡുവാനും അതേപോലെ തന്നെ സാക്ഷിയും കൂടി ചേർന്നിട്ട് സൈക്ലിങ് ചെയ്യുന്ന. അവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാൻ സാക്ഷിനെ കണ്ടിട്ട് വിചാരിക്കും, ഒരു സമയം ഉണ്ടായിരുന്നു ഇവളെൻ്റെ സൈക്കിളിൻ്റെ പുറകിലിരുന്ന് വന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ കണ്ടില്ലേ ഇവൾ എന്ത് വലുതായി, ഇവളിപ്പോൾ എൻ്റെ മോശമായിട്ടുള്ള സമയത്തും എൻ്റെ കൂടെ നിൽക്കുന്ന വലിയ മെച്ചൂർഡായിട്ടുള്ളൊരു പെൺകുട്ടിയായില്ലേ, എന്നാലും സമയം പോയൊരു പോക്കേ എന്നും പറഞ്ഞിട്ട് അവനിങ്ങനെ ഓരോന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്ത് വന്ന് നിന്നിട്ട് അവിടുത്തെ സീനറിയൊക്കെ നല്ലതുപോലെ ആസ്വദിക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് പറയും, അതായത് അവൻ ജോലി റിസൈൻ ചെയ്തു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ. അവളാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് പറയും, നീയാണെങ്കിൽ ജോലി റിസൈൻ ചെയ്തിട്ട് എൻ്റെ നാട്ടിലോട്ട് വരേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ ഡുവാൻ പറയും, അത് നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അത്യാവശ്യമായിരുന്നു, എനിക്ക് അവിടെ പോയി എല്ലാ കാര്യങ്ങളും സെറ്റിലാക്കണം. സത്യം പറഞ്ഞാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ ഡുവാൻ അവൻ്റെ ഹോം ടൗൺ കളഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നതിൻ്റെ കൂടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഇതെല്ലാം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ലേ, നീ തന്നെ അല്ലേ പറഞ്ഞത് നമുക്ക് സന്തോഷമായിട്ടിരിക്കണമെന്ന്. നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പോൾ അവൻ പറയും, നിൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ലതുപോലെ സെറ്റിൽ ആവണം, എന്നാൽ മാത്രമല്ലേ നമുക്ക് വീട്ടുകാരെയൊക്കെ കൺവീൻസ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുന്നേയും നമ്മുടെ സാക്ഷി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. അവളാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കും, നീ എന്ന് പോകാനാ പ്ലാൻ ഇട്ടിരിക്കുന്നേ എന്ന്. അപ്പം നമ്മുടെ ഡുവാൻ പറയും, 1 മാസം കഴിഞ്ഞിട്ട് എന്ന്. സാക്ഷി ചോദിക്കും, ഇത്ര പെട്ടെന്നോ? അപ്പം ഡുവാൻ പറയും, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാം, നീ അതൊന്നും ആലോചിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യവും ഇല്ല എന്ന്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡുവാൻ പോകുന്ന ദിവസം ആയതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഡുവാൻ അവൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സാക്ഷിയായിട്ടുള്ള അവൻ്റെ ഫോട്ടോയും അവനെടുത്ത് വെക്കും. സാക്ഷി അവിടെ അവന് വേണ്ടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ഡുവാൻ അവിടേക്ക് വന്നിട്ട് പറയും, സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ നല്ലതുപോലെ മിസ് ചെയ്യുമെന്ന്. അപ്പോൾ സാക്ഷി പറയും, ഞാനും നിന്നെ നല്ലതുപോലെ മിസ് ചെയ്യും, നമ്മൾ എന്തോ ചെയ്യും? അപ്പോൾ അവൻ പറയും, അതൊന്നും സാരമില്ല, നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ലേ, നമുക്കതൊക്കെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവളെ കെട്ടിപ്പിടിച്ച് ഒരു കിസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് സാക്ഷിയും എയർപോർട്ടിൽ വന്നായിരുന്നു. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് പറയും, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കാറ് ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ ഇനി തിരിച്ചു പോയെന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിക്കാണെങ്കിൽ പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അവൾ പറയും, ഞാൻ കുറച്ച് നേരോട് ഇവിടെ നിന്നോട്ടെ, എന്നെ എന്തിനാ നീ ഇപ്പോഴേ പറഞ്ഞു വിടുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. ഡുവാൻ പറയും, ഇല്ല, നീയാണെങ്കിൽ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്, എനിക്കും നിന്നെ ഇങ്ങനെ വിഷമിച്ച് കാണുമ്പോൾ ഭയങ്കര സങ്കടമായെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടി നിന്നിട്ട് അവസാനം നമ്മുടെ സാക്ഷിനെ പറഞ്ഞു വിട്ടിട്ട് ഡുവാനാണെങ്കിൽ മുമ്പോട്ട് നടക്കാനായിട്ടിരുങ്ങും. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഇവൻ്റെ പുറകെ തന്നെ പെതുക്കെ നടന്നു വരുമായിരുന്നു. അവസാനം ഡുവാൻ തിരിച്ചു വന്നിട്ട് ഇവളെ നല്ലതുപോലെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് സാക്ഷി പറയും, നീയാണെങ്കിൽ ഇനി അവിടെ പോയിട്ട് നിൻ്റെ ഈ സ്റ്റാർട്ടപ്പ് അങ്ങനെ ഫെയിലായി കഴിഞ്ഞാൽ നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ നോക്കിക്കോളാം, നീ അതൊന്നും ആലോചിച്ചിട്ട് ഒരു കാരണവശാലും വിഷമിക്കേണ്ട, നീയാണെങ്കിൽ കൂടെ എന്നെ കാണാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഓരോ കാര്യം പറയും. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡുവാൻ്റെ കണ്ണിൽ നിന്നും കണ്ണീര് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ഇവളെ ഇങ്ങനെ പിരിഞ്ഞിട്ട് പോകുന്നതിൻ്റെ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അവക്കാണെങ്കിൽ എന്ത് സങ്കടമാണെന്നറിയാവോ? അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് നമ്മളുടെ ഡുവാൻ പറയും, നീ അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ അവിടം വരെ വാ, എന്നിട്ട് ബോർഡിങ്ങിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് രണ്ടുപേർക്കും പിരിയാ എന്ന്. അങ്ങനെ അവസാനം രണ്ടുപേരും നല്ലതുപോലെ കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാനെ ബോർഡിംഗ് ഗേറ്റിൻ്റെ അവിടെ വരെ കൊണ്ടാക്കും. ഡുവാൻ അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് കയറിപ്പോവും. പിന്നീട് കാണിക്കുന്ന കുറച്ച് മുന്നേ ഉള്ളൊരു സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷിയും അതേപോലെ തന്നെ ഡുവാനും കൂടി ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ സാക്ഷി വയ്ക്കും, നീയാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഡെയിലി എന്നെ വീഡിയോ കോൾ ചെയ്യത്തില്ലേ? അപ്പം നമ്മുടെ ഡുവാൻ പറയും പിന്നെ വിളിക്കാതെ പിന്നെ. സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നതിന് മുന്നേ ആയിട്ട് സാക്ഷി അവളുടെ ഫോണിലൊന്ന് ജസ്റ്റ് നോക്കുന്നുണ്ട്. ഡുവാനാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അവൾ ഈ ഫോണിനകത്ത് എന്തുവാ നോക്കുന്നതെന്ന്. എന്നാൽ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അതൊന്നും കാണിക്കാൻ റെഡി ആവത്തില്ല. പെട്ടെന്ന് സാക്ഷി പറയും നമുക്കിടയിൽ എന്തെങ്കിലും ആർഗ്യുമെന്റോ കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അതെല്ലാം സോൾവ് ചെയ്യണം. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇനി മുതൽ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന അവധി ദിവസങ്ങളിലൊക്കെ പരസ്പരം കാണാൻ വരണം. ഞാൻ അങ്ങോട്ടോ നീ ഇങ്ങോട്ടോ കാണാൻ വരണം. ഇത് കേൾക്കുന്ന ഡുവാൻ പറയും പിന്നെന്താ ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നോളാം. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഡുവാനാണെങ്കിൽ അവളുടെ ഫോൺ അങ്ങ് അടിച്ചു മാറ്റും. പെട്ടെന്ന് ഡുവാൻ അത് നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ സാക്ഷിയതിനകത്ത് കുറേ കാര്യങ്ങൾ പോയിൻ്റായിട്ട് എഴുതി വെച്ചേക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും ഇതെന്തായിരുന്നാലും കൊള്ളാലോ, എനിക്കും കൂടെ ഒന്ന് സെൻഡ് ചെയ്യണേ, ഇതിനകത്ത് കുറേ നല്ല പോയിന്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം പാലിക്കാമെന്ന് എഗ്രി ചെയ്യും. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സാക്ഷിനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ ഇപ്പോൾ അവളുടെ ഫ്രണ്ടുമായിട്ട് ചെയ്യുന്ന ആ പ്രോജക്റ്റില്ലേ അതിന് വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ചേർന്നിട്ട് അവൾ നല്ലതുപോലെ എൻജോയ് ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡുവാനയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാക്ഷിയുടെ സ്ഥലത്ത് വന്നിട്ട് അവൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അവൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഒരു സ്ഥലം അവന് ഇഷ്ടപ്പെടും. അങ്ങനെ അവനാണെങ്കിൽ അവിടേക്കുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരും. അവനിപ്പോൾ ഒറ്റയ്ക്കാണല്ലോ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. എന്നിട്ട് അവനാണെങ്കിൽ അവൻ്റെ കമ്പനിയിലേക്കുള്ള സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂവും നടത്തും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിനെയാണ്. അവളുടെ ഫ്രണ്ടും കൂടി അവർ ചെയ്ത ആ പ്രോജക്റ്റില്ലേ അതിനെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യും. ഇപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. അതായത് അവൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഡുവാനെയാണ്. അവനാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് നമ്മളുടെ യാൻ നടത്തുന്ന അവൻ്റെ ബാറിലോട്ട് വരുന്ന. എന്നിട്ട് അവരെല്ലാവരോടും ഇരുന്ന് സംസാരിക്കും. അവിടെയായിട്ട് ഇവരുടെ 3 പേരുടെ ഒരു കോമൺ ഫ്രണ്ടും വരും. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ യാനിൻ്റെ അടുത്ത് പറയും ഞാനാണെങ്കിൽ ഉടനെ തന്നെ നിന്റെ പേരൻസിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്നേയും അവൻ്റെ കൂടെ ഇരുന്ന ബാക്കിയുള്ള ഫ്രണ്ട്സ് ചോദിക്കും എന്ത് പറ്റി, നീ ഇത്ര പെട്ടെന്നാണല്ലോ എല്ലാം മൂവ് ചെയ്യുന്നത്, കല്യാണക്കാരി സംസാരിക്കാനായിരിക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും പിന്നെ അല്ലാതെ എനിക്കാണെങ്കിൽ എല്ലാ കാര്യവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇവിടെയാണെങ്കിൽ യാനിനെ അവൻ്റെ ഒരു കൂട്ടുകാരൻ കളിയാക്കുന്നത് നമ്മുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ സൈഡിൽ നിന്നിട്ട് സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളെ ആ തടിയനില്ലേ അവനാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് പറയും എനിക്ക് നിന്നെ ഇപ്പോൾ ഇഷ്ടമല്ല, നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, നീ എന്തിനാ ഇപ്പോൾ ഞാനെൻ്റെ കൂടെ നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും ഇവനാണെങ്കിൽ ഇനി മുതൽ എൻ്റെയും കൂടി ബ്രദർ അല്ലേ, അപ്പോൾ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ. ഇത് കേൾക്കുന്ന യാനിന് ദേഷ്യം വന്നിട്ട് പറയും അതെ നിൻ്റെ റിലേഷൻ എൻ്റെ അനിയത്തിയായിട്ടാണ് അല്ലാതെ ഞാനുമായിട്ടല്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്നെ ഒരുമാതിരി ആക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാനാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് ദേഷിക്കും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് നമ്മുടെ സാക്ഷി അവനെ കോൾ ചെയ്യും. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ അവളുടെ കോള് നമ്മുടെ യാനിനെ കാണിച്ചിട്ട് പറയും സാക്ഷിയാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ യാൻ പറയും ആ കോൾ എടുക്ക്. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ കോൾ എടുത്ത് സംസാരിക്കുന്ന യാൻ അവിടെ നിന്ന് വിളിച്ചു പോവും ഇവനിപ്പോൾ ഞങ്ങളുടെ കൂടെയാണ്. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് പറയും ഞാൻ നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കോള് കട്ട് ചെയ്യും. അപ്പോൾ യാൻ നമ്മുടെ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും അല്ല നീ എന്നാ എൻ്റെ വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും എൻ്റെ പേരൻസ് എന്നാണോ ഫ്രീ ആയിട്ടുള്ളത് നീ ആ സമയം നോക്കി എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ആ ടൈമിൽ എത്താം എന്ന്. അങ്ങനെ അവസാനം ആ ദിവസവും എത്തിച്ചേരും. ഇവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ നമ്മുടെ സാക്ഷിയുടെ പേരൻസിന് വേണ്ടിയിട്ട് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡും അതേപോലെ തന്നെ സാക്ഷിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബൊക്കെയൊക്കെ കൊണ്ടുവരും. അവനാണെങ്കിൽ നല്ല നെർവസ് ആയിരുന്നു. അവിടെ യാനാണ് അവനെ വന്ന് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇവർ 4 പേരൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അവിടെ നമ്മുടെ ഡുവാന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, അവൻ ഭയങ്കര നെർവസ് ആയിരുന്നു. അങ്ങനെ ഇവർ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നേ നമ്മുടെ സാക്ഷിയുടെ അച്ഛനാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു, നിന്റെ കമ്പനി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ ഡുവാനാണെങ്കിൽ പറയും അതായത് അവൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അവന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് എല്ലാം നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട് എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഡുവാൻ ഇപ്പോഴും നല്ല നെർവസാണ്. അതുകൊണ്ട് തന്നെ അവൻ വാഷ്റൂമിൽ പോകണമെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന 4 പേരും കൂടി ഹോളി ഇരുന്ന് സംസാരിക്കുന്നത്. അവളുടെ നമ്മുടെ ഡുവാനാണെങ്കിൽ അവൻ്റെ ധൈര്യമെല്ലാം സംഭരിച്ചിട്ട് നമ്മുടെ സാക്ഷിയുടെ അച്ഛനടുത്ത് കാര്യം പറയാൻ വേണ്ടിയിട്ട് വരും. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് കുറേ കൺസേൺസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലായിരുന്നോ, ഞാനാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ആ വിക്ടിമിൻ്റെ ഫാമിലീനെ ഞാൻ എല്ലാ കാര്യവും കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവരിനി ഒരിക്കലും ഞങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരത്തില്ല. അതുമല്ല ഞാനാണെങ്കിൽ എൻ്റെ ബിസിനസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ സാക്ഷിക്ക് വേണ്ടിയിട്ടാണ്, അവളുടെ ഫ്യൂച്ചറിനെ നല്ലതാക്കാൻ വേണ്ടിയിട്ട്.
സത്യം പറഞ്ഞാൽ എൻ്റെ ഹാർഡസ്റ്റ് ടൈമിൽ എൻ്റെ കൂടെ നിന്ന ഒരേ ഒരാൾ സാക്ഷി മാത്രമാണ്. അതുകൊണ്ട് അവളെയാണെങ്കിൽ എനിക്ക് ഏത് തരത്തിലും നല്ലതാക്കി വെക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് അവളുടെ ഗ്രാജുവേഷൻ കഴിയാൻ ഇനിയും 2 വർഷമുണ്ട്. ഞാൻ വിചാരിക്കുന്നതിന് ആ 2 വർഷത്തിനുള്ളിൽ എനിക്ക് സെറ്റിലാവണം, എന്നിട്ട് അവൾക്ക് നല്ലൊരു ലൈഫ് കൊടുക്കണമെന്നാ. ഇതൊക്കെ കേൾക്കുന്നതും നമ്മുടെ സാക്ഷിയുടെ അച്ഛനും അമ്മയും ഇരുന്ന് ആലോചിക്കും. എന്നിട്ട് അവർ പറയും, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെയും ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ മോള് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കണമെന്നാ. നീ അങ്ങനെ ചെയ്യാൻ റെഡിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും ഇല്ല. നീ ഇവിടേക്ക് തന്നെ ഷിഫ്റ്റ് ആവാനല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡുവാൻ പറയും, സാക്ഷിക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന്. ഇത് കേൾക്കുന്നതും അവളുടെ അച്ഛനും അമ്മയും ഇവളുടെ ഈ റിലേഷനെ അക്സെപ്റ്റ് ചെയ്യും. ഇത് കാണുന്നതും നമ്മുടെ ഡുവാന് ഭയങ്കര സന്തോഷമാവും. അവൻ പറയും, ഇതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് നിങ്ങളെ പോലുള്ള പേരൻസ് നമുക്ക് വേണം എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ യാൻ പറയും, നീ എന്താ നല്ലൊരു ബ്രദറിന്റെ കാര്യം മറന്നുപോയോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സാക്ഷിയുടെ അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഡുവാനും അതേപോലെ തന്നെ യാനും കൂടി ഒരുമിച്ച് നടന്നു വരുന്നതാ. അവിടെ നമ്മുടെ യാനാണെങ്കിൽ ഡുവാൻ്റെ അടുത്ത് ചോദിക്കും, നീയാണെങ്കിൽ ഞങ്ങളുടെ പേരൻസിനെ കാണാൻ വന്ന കാര്യം സാക്ഷി എടുത്ത് പറഞ്ഞായിരുന്നോ? അപ്പോൾ ഡുവാൻ പറയും, ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല, അത് അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന്. അപ്പം നമ്മുടെ യാൻ പറയും, എന്തായിരുന്നാലും നീ ഞങ്ങളുടെ ഫാമിലിയിലോട്ട് വരാൻ പോവുകയല്ലേ, നീ എൻ്റെ അനിയത്തിയുടെ കൂടെ ജീവിച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും നിന്റെ ലൈഫ് എന്ത് ഹൊറിബിളാണ് എന്ന്. സത്യം പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ ഡുവാനെ പേടിപ്പിക്കാനാ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, ഞാൻ നിങ്ങളോടെല്ലാം കടപ്പെട്ടവനാ, നിങ്ങളുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഒരുമാതിരി ആയി തീർന്നാനെ. അതുമല്ല നീ എന്നെയും സാക്ഷിനെയും ഒരുപാട് സപ്പോർട്ട് ചെയ്തില്ലേ, അതിനും ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഇമോഷണലായി സംസാരിക്കും. ഇത് കേൾക്കുന്നത് നമ്മളുടെ യാൻ പറയാം, അതൊക്കെ പോട്ട്, അതൊക്കെ വിട്ടേരെ എന്ന്. അവിടെ നമ്മുടെ ഡുവാനാണെങ്കിൽ വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ ഡുവാനാണെങ്കിൽ ആദ്യമായിട്ട് സാക്ഷിനെ കാണുന്നതും ഇതേപോലെ ഈ യാനും ഡുവാനും കൂടി വേസ്റ്റ് കൊടുത്തോണ്ട് പോകുന്ന സമയത്തായിരുന്നു. എന്നങ്ങോട്ട് പറഞ്ഞു തീർക്കുന്നതും പെട്ടെന്ന് തന്നെ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഇവനും നമ്മുടെ യാനും കൂടി ഇങ്ങനെ നടന്നു പോകാൻ നേരത്ത് ഡുവാനാണെങ്കിൽ യാൻ്റെ അടുത്ത് പറയും, നിന്റെ അനിയത്തിയാണെങ്കിൽ എൻ്റെ അടുത്ത് അവളുടെ പേരൻ്റായിട്ട് സ്കൂളിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, പകരമായിട്ട് നീ പോവോ? അപ്പം നമ്മുടെ യാൻ പറയും, അവൾ നിന്നെയല്ലേ വിളിച്ചത്, നീ തന്നെ അങ്ങ് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഡുവാൻ സാക്ഷിനെ കോൾ ചെയ്യും. അങ്ങനെ സാക്ഷിയാണെങ്കിൽ വേഗം തന്നെ കോൾ എടുക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ നല്ല സന്തോഷത്തിലായിരുന്നു. സാക്ഷി ചോദിക്കും, നിന്റെ മുഖത്ത് എന്താ ഇത്ര സന്തോഷം, എന്ത് പറ്റി, എന്തോ ഒന്ന് പ്രത്യേകിച്ച് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മളുടെ ഡുവാൻ പറയും, ഞാൻ ഇന്ന് നിന്റെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് പോയായിരുന്നു, അവരുടെ നമ്മുടെ റിലേഷൻ്റെ കാര്യം സംസാരിച്ചോ, അവരിപ്പോൾ നമ്മുടെ റിലേഷനിൽ ഓക്കെയാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്കും ഭയങ്കര സന്തോഷമാവും. അവൾ പറയും, എന്നാലും നീ പൊളിയല്ലേ, നീ അവരെ എന്തായിരുന്നാലും സമ്മതിപ്പിച്ചെടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങും. നമ്മളുടെ ഡുവാൻ പറയും, ഈ മാസം അവസാനം നീ ഫ്രീ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളുടെ സാക്ഷി പറയും, അതായത് അവളുടെ പ്രോജക്റ്റിന് ഒരു ഈവൻ്റ് ഉണ്ട്, ആ പ്രോജക്റ്റിനകത്ത് അവൾക്ക് ഫസ്റ്റ് കിട്ടി, അതുകൊണ്ട് അതിൻ്റെ അവാർഡ് ഫംഗ്ഷൻ ആണ് എന്ന്. സാക്ഷിയാണെങ്കിൽ നമ്മളുടെ ഡുവാനെ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ നമ്മുടെ ഡുവാൻ പറയും, എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഡുവാൻ പറയും, നീ വിഷമിക്കേണ്ട, ഞാൻ ഉടനെ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നിനക്കൊരു സർപ്രൈസ് തരാം എന്ന്. സാക്ഷിയും ഡുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഒരുപാട് നേരം ഇടും സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയുടെ ഈ ഈവന്റ് ഫംഗ്ഷനിൽ എത്തുന്നതാ. അവിടെയാണെങ്കിൽ അവളുടെ കോളേജിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അടുത്തുണ്ട്. അപ്പോൾ അവളുടെ കൂട്ടുകാരി ചോദിക്കും, ഡുവാൻ വരത്തില്ലേ ഇന്നത്തെ ഫംഗ്ഷന്? അപ്പം നമ്മുടെ സാക്ഷി പറയും, ഇല്ല, അവൻ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞ്, അതുകൊണ്ട് ഞാനും അവൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ നമ്മുടെ ഡുവാന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ ഫോട്ടോസും അയച്ചു കൊടുക്കും. അപ്പോഴാണെങ്കിൽ പുറകെ ഇരിക്കുന്ന കുറേ പെൺപിള്ളേർ പറയും, ഈ ചെറുക്കനെ കാണാൻ എന്ത് സുന്ദരനാ, നോക്കിയാണേ എന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ വരുന്നതും സൈഡിലായിട്ട് നമ്മൾ ഡുവാൻ വന്ന് നിൽക്കുക. അവൻ പറയും, സാക്ഷി നീ എന്താ എന്നെ കണ്ടിട്ട് സർപ്രൈസ് ആവാത്തേ എന്ന്. സത്യം പറഞ്ഞാൽ സാക്ഷി ഭയങ്കര ഞെട്ടിപ്പോയായിരുന്നു. അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്താ നിന്റെ ക്ലാസ്സിലുള്ള ആരത്തും പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടായെന്ന്, ഇവരെന്താ എല്ലാവരും എന്നെ കണ്ടിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്? നമ്മുടെ സാക്ഷി ചിരിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ അവന് മെസ്സേജ് അയക്കും. എന്നിട്ട് ചോദിക്കും, നീ എന്താ ഇവിടെ? അപ്പം നമ്മളുടെ ഡുവാൻ പറയും, ഞാൻ നിനക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൂട്ടത്തിൽ തന്നെ ഡുവാൻ പറയും, ഈ ഫംഗ്ഷന് എൻ്റെ കമ്പനിയും ഇൻവൈറ്റഡ് ആണ്, ഇന്നാണെങ്കിൽ സിയോങ്ങിന് വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് പകരമായിട്ട് ഞാനാണ് ഇവിടേക്ക് എത്തിയത്. അങ്ങനെ രണ്ടുപേരും അടുത്തടുത്തായിട്ടിരുന്നിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ തന്നെ ഡുവാൻ പറയും, നീ തന്നെയല്ലേ നിന്റെ ആ ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കൂടെ സർപ്രൈസ് ഒക്കെ തരണമെന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിനക്ക് സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചേ. സത്യം പറഞ്ഞാൽ രണ്ടെണ്ണവും കൂടി ഇങ്ങനെ പൈങ്കിളിയായിട്ടിരുന്ന് സംസാരിക്കുന്ന കേട്ടിട്ട് അവളുടെ കൂട്ടുകാരിക്ക് അടുത്തിരുന്ന ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൂടി സീറ്റ് മാറിയിട്ട് ബാക്കിലായിട്ട് വന്നിരിക്കും. അങ്ങനെ രണ്ടുപേരോട് സംസാരിക്കും. അപ്പോൾ നമ്മുടെ സാക്ഷി പറയും, എനിക്ക് ഈ സ്വീറ്റ് നല്ലതായിട്ട് ചേരുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ
ഡുവാനാണെങ്കിൽ അവളുടെ പറയും എൻ്റെ ടൈ കുറച്ച് ടൈറ്റ് ആണെന്നാ തോന്നുന്നത്, നീ അതൊന്ന് ശരിയാക്കി തരുമോ. അങ്ങനെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവരുടെ ടൈ ശരിയാക്കാനായിട്ട് വരുന്നത് ഡുവാൻ പെട്ടെന്ന് തന്നെ അവളെ കിസ് ചെയ്യും. പെട്ടെന്ന് നമ്മുടെ സാക്ഷി ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോൾ അവൾ ചോദിക്കും നീ ഇപ്പം എന്തുവായി കാണിച്ചേന്ന്. അപ്പോൾ ഡുവാൻ പറയും ഞാൻ എന്ത് കാണിച്ചു, നീ അല്ലേ എന്നെ ഇപ്പം വന്ന് കിസ് ചെയ്തത്, നീ എന്നെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷിക്ക് ഭയങ്കരമായിട്ടും ചിരി വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരുടെ ഈവൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മൾ ഡുവാൻ വന്നിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കും. അവൻ ആദ്യമേ തന്നെ അവൻ്റെ ഇൻട്രോ ഒക്കെ കൊടുക്കും. അങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇവൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. എന്നാൽ ഇവൾ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കുന്നതോ ആരെങ്കിലും ഇവരുടെ ഫ്രണ്ടിലായിട്ട് വന്നങ്ങ് നിൽക്കും, അതായത് ക്യാമറാമാനോ ആരെങ്കിലും ഒക്കെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാൻ അത് കണ്ടിട്ട് പറയും എൻ്റെ ഗേൾ ഫ്രണ്ട് അവിടെ നിന്ന് എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അവളുടെ മുമ്പിലായിട്ട് ആരെയിലൊക്കെ വന്ന് നിൽക്കുന്നു, അവൾക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പിലോട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ മൈക്ക് കൊടുത്തുകൊണ്ട് ഫ്രണ്ടിലായിട്ട് വന്ന് നിൽക്കും. ഇത് കാണുന്നതും എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിനെ നോക്കും. എല്ലാവരും ചിരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ നാണക്കേട് കാരണം ഫോൺ അങ്ങ് താഴ്ത്തി വയ്ക്കും. എന്നിട്ട് നമ്മുടെ ഡുവാൻ പറയും ഈ പ്രോജക്റ്റിൻ്റെ വിന്നറിനെ ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാം, അവരുടെ പ്രോജക്റ്റിനെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം എന്ന്. അങ്ങനെ അവൻ സ്ലൈഡ് ഷോ കാണിക്കാനായിട്ട് തുടങ്ങും. അവിടെ നമ്മുടെ സാക്ഷിയുടെ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവാനും അവളുമായിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സിനെ അവൾ കുഞ്ഞിലേ തൊട്ടേ എങ്ങനെയാണോ ക്രിയേറ്റീവായിട്ട് വരച്ചത് അതേപോലത്തെ സംഭവം തന്നെ ആയിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ഡുവാൻ ഭയങ്കര ഇമോഷണൽ ആവും. അവനും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ഡുവാനാണെങ്കിൽ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ സാക്ഷിനെ സ്റ്റേജിലോട്ട് വിളിക്കും. നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷിക്ക് ഒരു ബൊക്കെയൊക്കെ കൊടുക്കും. കൂട്ടത്തിൽ തന്നെ എല്ലാവരുമായിട്ട് നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറച്ച് നാൾ കഴിഞ്ഞിട്ടുള്ള സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ സാക്ഷി അവളുടെ ഗ്രാജുവേഷനൊക്കെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അവൾ അവളുടെ ഫ്രണ്ട്സുമായിട്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യും. അവരെല്ലാവരും കൂടി ഒരു ബീച്ചിന്റെ സൈഡിലായിട്ട് വരും. എന്നിട്ട് അവരെല്ലാവരും നിന്നിട്ട് കുറെ ഫോട്ടോയൊക്കെ എടുക്കും. അവിടെയായിട്ട് നമ്മളെ ഡുവാനും ഉണ്ട്. ഡുവാൻ വന്നിട്ട് നമ്മുടെ സാക്ഷിനെയൊക്കെ എടുത്തിട്ട് അവളുടെ കൂടെ കുറെ ഫോട്ടോയൊക്കെ ക്ലിക്ക് ചെയ്യും. അങ്ങനെ ഇവർ നല്ലതുപോലെ എൻജോയ് ചെയ്യും. അവസാനം ഇവരെല്ലാവരും ആ ബീച്ചിലായിട്ട് കിടക്കും. എന്നിട്ട് നമ്മുടെ സാക്ഷിയുടെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ചോദിക്കും ഇനി നമ്മൾ എപ്പോഴെങ്കിലും കാണുമോ, നമ്മളെല്ലാവരും ഇനി എന്നായിരിക്കും മീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ സാക്ഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് നമ്മുടെ സാക്ഷിനെ നോക്കിയിട്ട് ചുമ്മാ കണ്ണ് കാണിക്കും. പെട്ടെന്ന് തന്നെ സാക്ഷി പറയും അതെ നിന്റെ ലിപ്സ്റ്റിക്ക് ചീത്തയായി എന്നാ തോന്നി, വേഗം വാ നീ എന്നിട്ട് ടെന്റിൽ പോയിട്ട് ആ ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് നേരെയാക്കുക എന്ന് പറഞ്ഞിട്ട് സാക്ഷിയാണെങ്കിൽ അവളുടെ ആ ഫ്രണ്ടിനെ അകത്തോട്ട് പറഞ്ഞു വിടും. എന്നിട്ട് എല്ലാവരോടും ചേർന്നിട്ട് അവിടെ നിന്ന് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്തുവാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയുടെ ഫ്രണ്ടിന്റെ ബോയ് ഫ്രണ്ട് ഇല്ലേ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ന് അവൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവുക എന്ന്. അങ്ങനെ ഇവർ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്നിട്ട് അതിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഒരു ഹേർട്ട് തന്നെ ഉണ്ടാക്കും. അങ്ങനെ അവസാനം നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവളുടെ ഫ്രണ്ടിന്റെ കണ്ണും പൊത്തിക്കൊണ്ട് ആ ഹേർട്ട് കണക്കുണ്ടാക്കിയ സംഭവത്തിന്റെ അകത്തായിട്ട് കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് അവളുടെ കൈയെടുത്ത് മാറ്റുന്നതും പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട് ആ ഹേർട്ടിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങും. സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷിയുടെ പുറകിലായിട്ട് ഡുവാൻ വന്ന് നിൽക്കുവാണ്, അതും ബൊക്കെയൊക്കെ ആയിട്ട്. സാക്ഷിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല, അവള് ഭയങ്കര ഷോക്ക്ഡ് ആയി പോവും. അതേസമയം തന്നെ നമ്മുടെ സാക്ഷിയുടെ അച്ഛനും അമ്മയും ബ്രദറും അവിടേക്ക് വരും. അവൾ അത് കാണുന്നതും ഒത്തിരി കൂടി ഷോക്കാവും. അവൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവായി നടക്കുന്നതെന്ന്. പെട്ടെന്ന് നമ്മുടെ ഡുവാനാണെങ്കിൽ സാക്ഷി എടുത്ത് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഡുവാൻ പറയും നീ എൻ്റെ ലൈഫിൽ വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഭയങ്കര ഒറ്റയ്ക്കായിരുന്നു, നീ വന്നതിന് ശേഷമാണ് എനിക്ക് ഹാപ്പിനെസ് എന്താണ് അതേപോലെ തന്നെ എനിക്ക് ആ ഒരു ഒറ്റയ്ക്കായ ഫീല് തന്നെ ഇല്ലാണ്ടായത്. നീ എൻ്റെ ലൈഫിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായ, അതായത് ഞാനും സ്നേഹിക്കപ്പെടും, ഞാൻ നല്ല ഒരാളാണ് എന്ന്. ഇന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡുവാനാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ സാക്ഷിയെ അവൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചു കൊടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡുവാനാണെങ്കിൽ മുട്ടിലിരുന്നിട്ട് അവക്ക് നേരെ ആ ബൊക്കെ നീട്ടും. കൂട്ടത്തിൽ തന്നെ അവക്കൊരു റിങ്ങും കൊടുക്കും. എന്നിട്ട് ചോദിക്കും നീ എന്നെ കല്യാണം കഴിക്കുമോ എന്ന്. പെട്ടെന്ന് നമ്മുടെ സാക്ഷിയെ അവളുടെ പേരൻസിനെ നോക്കുമ്പോൾ അവരെല്ലാവരും നല്ല ഇമോഷണൽ ആയിട്ട് നിൽക്കുവാണ്. അവർ പറയും മോളെ എസ് പറ എന്ന്. അങ്ങനെ നമ്മുടെ സാക്ഷി വേഗം തന്നെ കൈ നീട്ടിയിട്ട് അവനടുത്ത് എസ് പറയും. ഡുവാനാണെങ്കിൽ അവൾക്ക് റിങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കും. അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവർ കെട്ടിപ്പിടിക്കുന്ന കാണുന്നതും എല്ലാവരും പറയും കിസ് ചെയ്യ് എന്ന്. അങ്ങനെ നമ്മുടെ ഡുവാനും സാക്ഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ സാക്ഷിയും ഡുവാനും കൂടി ഈ കടലിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഡുവാൻ സാക്ഷിയെടുത്ത് പറയും നിനക്കൊരു കാര്യം അറിയാവോ, എനിക്ക് നിന്നെ ആദ്യം തൊട്ടേ ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്നേ നമ്മുടെ സാക്ഷി ഭയങ്കര ഷോക്കായി പോകും. അവളാണെങ്കിൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്ന എല്ലാ സീനും ആദ്യം തൊട്ട് അവസാനം വരെ ആലോചിക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും, അതായത് ഇത്രയും നാളും അവളാണെങ്കിൽ അവളുടെ ലവിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമായിരുന്നില്ല. അവളുടെ ലവിൻ്റെ അടുത്തോട്ട് ഓരോരോ സ്റ്റെപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് നടക്കുമായിരുന്നു. അതിനനുസരിച്ച് അവളാണെങ്കിൽ നമ്മുടെ ഡുവാനുമായിട്ട് ക്ലോസ് ആയി. ഇപ്പോഴാണെങ്കിൽ അവൾക്ക് അവളുടെ ലവും കിട്ടി. അവളങ്ങനെ ഓരോന്നിരുന്ന് ആലോചിക്കും. നമ്മുടെ സാക്ഷിയാണെങ്കിൽ അവസാനം നമ്മളുടെ ഡുവാനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറച്ച് നാളിന് ശേഷമുള്ളൊരു സീനാണ്. അവിടെ നമ്മുടെ സാക്ഷിയാണെങ്കിൽ ഡുവാന് വേണ്ടിയിട്ട് ഒരു സംഭവമായിട്ട് അവളുടെ റൂമിലായിട്ട് വരും. അവിടെ അവളുടെ ഡോറ് തുറന്ന് നോക്കുന്നേ അവൾ നമ്മുടെ ഡുവാനെ ആദ്യമായിട്ട് എങ്ങനെയാണോ കണ്ട അതേപോലെ തന്നെ ഡുവാൻ അവിടെ നിൽക്കുന്നു. സാക്ഷി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ ഡുവാനാണെങ്കിൽ ആ ജാർ എടുത്തിട്ട് ഇവളുടെ അടുത്ത് ചോദിക്കും, അല്ല നീ ഇപ്പൊ ഈ ജാറിനകത്ത് എന്ത് വിഷ പുതുതായിട്ട് ഇട്ടേക്കുന്നത്? അപ്പൊ നമ്മുടെ സാക്ഷി വന്നിട്ട് ആ വിഷ എന്തുവാന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കും. അത് സത്യമാക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് ചെയ്യും. ഈ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മളുടെ ഈ ഹിഡൻ ലവ് എന്ന് പറയുന്ന സീരീസ് എൻഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഈ സീരീസ് എയറായ അന്ന് തൊട്ട് തന്നെ ഒരുപാട് ഫാൻ ബേസ് ആണ് കേട്ടോ. എൻ്റെയും ഒരു പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ് ഈ സീരീസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സിനും അതേപോലെ തന്നെ ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. പുതിയൊരു സീരീസായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.